اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فإن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن لو استقاموا على الطريقة لأسقيناهم ماء غدقا لنفتنهم فيه صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. وقال سيدنا ومولانا محمد صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسوله شل شريعة ولا تفشل إذ الشريعة شرعة الشفيع أنفو آدك الأفشال شال سلسبيلا سار فيه سيد السادات سر سلسبيلا تسق في الحالات كالسلسال سال زر ضريح المصطفى وازد إقامة به زرت حامين زابيا أن قلبك الزلزال زال. ബഹുമാനപ്പെട്ട ആദരണീയനായ ബഷീർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി അടക്കമുള്ള ഉസ്മാൻ ഹാജി അടക്കമുള്ള നമ്മുടെ നേതാക്കളെ, പണ്ഡിതന്മാരെ, ആദരണീയനായ സ്റ്റേജിൽ ഉപവിഷ്ടനായ അബ്ദുൽ ഖനി തങ്ങൾ അവർകളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉലമാക്കളെ, ഉമറാക്കളെ, യുവസുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, ഇവിടെ ഇങ്ങനെ ഒരു വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള ആവശ്യകതയും അതിൻ്റെ സാഹചര്യങ്ങളുമെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിനാൽ ഞാൻ ആമുഖം നീട്ടിപ്പരത്തി പറയാതെ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വഴിയിൽ നിന്ന് സംസാരിക്കുകയും ബഹളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ പരിപാടി അലങ്കോലപ്പെടലാണെന്ന് മനസ്സിലാക്കി സംഘാടകർ മുഴുവൻ ആളുകളെയും നമ്മുടെ സദസ്സിൽ ഇരുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. പുറത്ത് വർത്തമാനങ്ങളും ബഹളങ്ങളും സൃഷ്ടിക്കുന്നത് നമ്മുടെ പരിപാടി പരാജയപ്പെടുത്തുന്ന ആളുകളുടെ വിജയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കൂട്ടുനിൽക്കാതെ, അതിന് കാണികളായി നിൽക്കാതെ മുഴുവൻ ആളുകളും നമ്മളെ സദസ്സിലേക്ക് കടന്നിരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. വേങ്ങാട് എന്ന നിങ്ങളുടെ ഈ നാട്
ഒരു തെരീക്കത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയാണ്. നിങ്ങളുടെ നാട് തെരീക്കത്തായത് കൊണ്ടല്ല, വേങ്ങാട് ത്വരീഖത്ത് എന്നൊരു ത്വരീഖത്ത് നമ്മുടെ പട്ടികകളിൽ കടന്നു പിടിച്ചുപോയി. ആദരണീയനായ അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞതിൻ്റെ ഒരു മറുപുറം, ഒരു ധ്വനിയാണ് ഞാൻ അറിയിക്കുന്നത്. വേങ്ങാട് ത്വരീഖത്ത്, ത്വരീഖത്തുകളെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒരു ത്വരീഖത്താണ് വേങ്ങാട് ത്വരീഖത്ത്. യഥാർത്ഥത്തിൽ വേങ്ങാടുകാർക്ക് അതിനൊരു ബന്ധവും ഇല്ല. വേങ്ങാടിൽ 4 സെന്റ് സ്ഥലമാരോ കൊടുത്തു, അത് 4 ഏക്കറയായി മാറി എന്ന് ഇവിടുന്ന് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലേക്കും നാട്ടുകാരിലേക്കും ആ ത്വരീഖത്തിനെ ചേർക്കപ്പെട്ടുപോയി. ദുഃഖകരമാണ്. പക്ഷേ നിങ്ങൾക്കത് വീണ്ടെടുക്കാൻ കഴിയും. എങ്ങനെ? അത് വേങ്ങാടുന്ന ആ നാമത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാനും ഇവിടെ ഇല്ലായ്മ ചെയ്യാനും നിങ്ങൾ ഒറ്റക്കെട്ടായി ശ്രമിച്ചാൽ സാധിക്കുമെന്നതാണ് ഇവിടെ നേരത്തെ നൽകിയ പ്രസംഗം നൽകുന്ന സന്ദേശം. എന്താണ് വേങ്ങാട് ത്വരീഖത്ത്? അതിൽ കൂടിയാൽ എന്താണ്? അതിലെന്തോ ഒന്നുണ്ട് എന്ന് അന്നേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കല്ലായി സാഹിബ് ഇവിടെ പറഞ്ഞപ്പോഴാണ് എനിക്കതിനെപ്പറ്റി അറിയാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ബഷീർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ പങ്കെടുത്തപ്പോൾ തങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മറുപരിപാടി സംഘടിപ്പിച്ച് തങ്ങളെ കൊണ്ട് അത് തെറ്റാണെന്ന് പ്രഖ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചരണം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാനാജിയൊക്കെയായി ബന്ധപ്പെട്ടു. അങ്ങനെ ഈ പരിപാടിക്ക് സംബന്ധിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ ഈ ത്വരീഖത്തിനെ സംബന്ധിച്ച്, ഇതിന്റെ ഗ്രന്ഥങ്ങളെ, ഇദ്ദേഹത്തിന്റെ വാദം എന്താണ് ഈ ത്വരീഖത്ത് എന്ന് പഠിക്കാൻ ഞാൻ കുറേ സമയം ചെലവഴിച്ചു. ആ പുസ്തകങ്ങൾ ശേഖരിച്ചു, അദ്ദേഹത്തിന്റെ വാദങ്ങൾ അറിഞ്ഞു. അത് പരിശോധിച്ചു നോക്കുമ്പോൾ ഇസ്ലാമിക ശരീഅത്തിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ വേങ്ങാട് ത്വരീഖത്തിനുള്ള സ്ഥാനം എന്താണ് എന്ന് വളരെ കൃത്യമായി അക്കമിട്ട് ഞാനിവിടെ നിരത്താൻ പോവുകയാണ്. എന്താണ് വേങ്ങാട് ത്വരീഖത്തിനുള്ള പ്രശ്നം? എന്റെ സംസാരം വേങ്ങാട് ത്വരീഖത്തുകാരും കേൾക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അബ്ദുല്ലാഹിൽ ഖദീരി, ഖാദിരി എന്നൊക്കെ നാമകരണത്തിൽ അറിയപ്പെടുന്ന ആ ശൈഖിന്റെ ആളുകളും ഇവിടെ എന്താണ് പറയുന്നത് എന്ന് കേൾക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, എന്തോ അതിലൊന്നുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, വേങ്ങാടുള്ള ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ എന്തോ അതിലുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും എന്റെ പ്രസംഗം ഗുണകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇവിടെ നേരത്തെ പ്രസംഗത്തിൽ, അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു മഹാനായ ശംസുൽ ഉലമ ഇതിനെ പറയാൻ ഇവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും ഇതിനെപ്പറ്റി പ്രസംഗിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സുന്നികൾക്ക് ഇവിടെ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇത് പിഴച്ച ത്വരീഖത്താണെന്ന്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇവിടെയുള്ള സുന്നികൾ ഒറ്റക്കെട്ടാവണം, ആരും ഭിന്നിക്കരുത്. ഈ വിഷയത്തിൽ ഇരു സുന്നികളും ഒറ്റക്കെട്ടായി നിലകൊള്ളണം. രണ്ടാമത്തത്, നമ്മുടെ സമുദായത്തിലുള്ള ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ, NDF പോലുള്ള, SDPI പോലുള്ള, അങ്ങനെ ആരെങ്കിലും ഈ സമുദായത്തിന്റെ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും വിധേന അവർക്ക് വല്ല സപ്പോർട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്ത് എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അതിനെപ്പറ്റി അറിയുകയും ചെയ്യുന്നില്ല. ഞാൻ പറയട്ടെ, എന്തോ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇത്തരം തെറ്റുകൾക്ക് നാം ഒരിക്കലും കൂട്ടുനിന്നുകൂടാ. ഇത് നമ്മുടെ ദീനിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, അള്ളാഹുവിന്റെ ദീനിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് എന്റെ സംസാരം കേൾക്കുന്ന ഈ നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, ഒരിക്കലും ഇത്തരം തെറ്റായ ത്വരീഖത്തുകളെ അതിൽ നമ്മൾ കൂടാനോ അതിന് പ്രചോദനം നൽകാനോ അവർക്ക് സപ്പോർട്ട് ചെയ്യാനോ ഒരു മുസ്ലിമും ശ്രമിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ വേങ്ങാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ആ വേങ്ങാട് ശൈഖിനും അതിന്റെ സിൽബന്ദികൾക്കും സപ്പോർട്ട് ചെയ്യുന്നത് അമുസ്ലിം സഹോദരങ്ങളാണെന്നും പറയുന്നത് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. എത്രത്തോളം അതിന്റെ വസ്തുതയുണ്ട് എന്ന് എനിക്കറിയില്ല. എന്റെ സംസാരം ശ്രവിക്കുന്ന ഈ രാജ്യത്തുള്ള ഏതെങ്കിലും അമുസ്ലിമീങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, ഓ ജനങ്ങളെ, ഇന്ത്യ രാജ്യത്ത്, പരിശുദ്ധമായ നമ്മുടെ മതേതരത്വ രാജ്യത്ത്, ഈ രാജ്യത്തിന്റെ മതേതരം ഇവിടെ നിലനിർത്താൻ, ഈ രാജ്യത്ത് സന്തോഷവും സമാധാനവും കൈയാളാൻ ഇവിടെ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് അള്ളാഹുവിന്റെ ദീനിന്റെ ഔലിയാക്കളും സൂഫികളുമാണ്. ഈ രാജ്യത്തെ RSSകാർ അത് മനസ്സിലാക്കണം, ഈ രാജ്യത്തെ BJP പ്രവർത്തകർ അത് മനസ്സിലാക്കണം,
ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ അത് മനസ്സിലാക്കണം, ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടികൾ അത് മനസ്സിലാക്കണം, ഈ രാജ്യത്തെ സർവ്വ രാഷ്ട്രീയ പാർട്ടികളും അത് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇത് വെറുതെ ഒരു മുസ്ലിയാരുടെ ഗീർവാണ്, അവകാശവാദമല്ല. ഇന്ത്യയുടെ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഞാനിപ്പോൾ മട്ടന്നൂരിൽ നിന്ന് ഒരു മണ്ഡലം പ്രഭാഷണം കഴിഞ്ഞിട്ട് വരികയാണ്. അതിന്റെ തൊട്ടപ്പുറത്തുണ്ട് ഒരു വലിയ മറവിട്ട് കിടക്കുന്നു. ആരാണ് ആ മഹാൻ എന്നറിയുമോ? ബഹുമാനപ്പെട്ട മമ്മ മുസ്ലിയാർ. ആരായിരുന്നോ മമ്മ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? എന്റെ സംസാരം ഈ രാജ്യത്തെ ഏതെങ്കിലും അമുസ്ലിമീങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ ആമുഖമായി പറയുന്നത്. ഈ അടുത്ത് ഞങ്ങൾ മട്ടന്നൂരിനടുത്ത് എന്റെ കുഗ്രാമം പൊറോറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 19 വയസ്സുള്ള ഒരു വയോധികനായ വിറക് കീറുന്നൊരു മനുഷ്യനുമായി, ചെറുപ്പത്തിൽ അതിന്റെ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനുമായി സംസാരിക്കാൻ ഇടയായപ്പോൾ അദ്ദേഹത്തിന്റെ അരയിൽ കെട്ടിയ ബെൽറ്റിൽ നിന്ന് ഒരു 25 പൈസ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ഒരു പൈസ എനിക്കെടുത്ത് കാണിച്ചു തന്നുകൊണ്ട് 80 വയസ്സ് തോന്നുന്ന ആ വയോധികനായ മനുഷ്യൻ എനിക്ക് കാണിച്ചു തന്നു. ഇത് മമ്മ മുസ്ലിയാർ തന്ന പൈസയാണ്. അതേ പാലോട്ട് പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന മമ്മ മുസ്ലിയാർ തന്ന പൈസയാണ്. ആ ബറക്കത്ത് അദ്ദേഹം കൊണ്ടു നടക്കുകയാണ്. ഇത് നൽകുന്ന മെസ്സേജ് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ വലിയായ മമ്മ മുസ്ലിയാർ ഉണ്ടല്ലോ, ആ മഹാനായ സാത്വികന്റെ അടുത്തേക്ക് ബറക്കത്തിന് വന്നത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹൈന്ദവർ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, ഈ രാജ്യത്തെ സർവ്വജനങ്ങൾക്കും അദ്ദേഹം അത്താണിയായിരുന്നു. ഇത് മമ്മ മുസ്ലിയാർ ചരിത്രം മാത്രമല്ല, തലശ്ശേരിയിലെ കുഞ്ഞായി മുസ്ലിയാർ നിങ്ങൾക്കറിയില്ലേ? കുഞ്ഞായി മുസ്ലിയാറെ ചരിത്രം വായിക്കണമെങ്കിൽ മാങ്ങാട്ടച്ചന്റെ ചരിത്രം പറയാതെ കഴിയുമോ? മഹാനായ മമ്പുറം തങ്ങളുടെ കൂടെ കോന്തുനായരുടെ പങ്ക് ആർക്കാണ് അറിയാത്തത്? മമ്പുറം തങ്ങൾക്ക് ഇന്ത്യ ചരിത്രത്തിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമായിരുന്നില്ലേ? എന്തിനേറെ എന്റെ സംസാരം ശ്രവിക്കുന്ന BJPയുടെ, RSSന്റെ, കോൺഗ്രസിന്റെ, മാർക്സിന്റെ സർവ്വ രാഷ്ട്രീയക്കാരായ ആളുകളും ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. BJPയുടെ അതേ ശിവസേനയുടെ അഭിവന്യനായ വലിയ നേതാവായി കൊണ്ട് നടക്കുന്ന, ഈ രാജ്യത്തെ വലിയ വിപ്ലവം സൃഷ്ടിച്ച ബാൽ താക്കറയുടെ സ്വന്തം നാടായ ബോംബെയിൽ ഹാജി അലിയുടെ ദർഗയിലേക്ക് രാവിലെ ബഹുമാനപ്പെട്ട മഹാനായ വലിയുടെ മഖബറയിലേക്ക് മുസ്ലിമായ മനുഷ്യനും ഹൈന്ദവനും തലപ്പാവ് വെച്ച മുസൽമാനും താടി വെച്ച വലിയ ആലിമീങ്ങളും അതേ ശിവസേനന്റെയും BJPന്റെയും പ്രവർത്തകരും സർവ്വജനങ്ങളും രാവിലെ അവിടെ ചെല്ലുകയാണ്. നിങ്ങൾക്ക് ഇന്നും പോയാൽ കാണാൻ സാധിക്കും, ബോംബെയിലാണ് ഹാജി അലിയുടെ ദർഗ. എല്ലാ ജനവിഭാഗങ്ങളും ബാൽതാക്കറയുടെ നാടായിട്ട് പോലും ആ വലിയുടെ അടുത്തേക്ക് വരുന്നത്. അവിടെ കലാപമില്ല, അവിടെ വർഗീയതയില്ല, അവിടെ മറ്റ് മതപ്രശ്നങ്ങളില്ല. എന്തുകൊണ്ട്? ഹാജി അലി എന്ന് പറയുന്ന വലി ഇവിടെ നൽകിയ സന്ദേശം അതാണ് ഇവിടുത്തെ സർവ്വ ആലിമീങ്ങളും സർവ്വ ഔലിയാക്കളും നൽകിയ സന്ദേശം. ഈ രാജ്യത്ത് എങ്ങനെയാണ് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഈ മതേതരത്വ രാജ്യത്ത് ഒരുമിച്ച് കൂടി ജീവിക്കേണ്ടത് എന്ന് നീണ്ട 14 നൂറ്റാണ്ട് ഇവിടുത്തെ ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു ചലനവും ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടായിക്കൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ IS ഭീകര പ്രശ്നങ്ങൾ ഇവിടെ പത്രങ്ങൾ പൊക്കിക്കൊണ്ടുവരികയാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ? സമസ്ത പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? നമ്മുടെ മന്ത്രി ജയരാജൻ പറഞ്ഞു അത് സലഫികളാണ് ഇതിന്റെ പിന്നിലെന്ന്. ഓ അബ്ദുള്ള പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവായിരുന്ന നല്ല എഴുത്തുകാരനും അതുപോലെ ചിന്തകനുമായ ഓ അബ്ദുള്ള പറയുന്നു ഇതിൽ പൂർണ്ണമായ ഉത്തരവാദി അവർക്കാണ്. പഴയ സമസ്ത, പഴയ സുന്നികൾ പറഞ്ഞെടുത്തു നിന്നാൽ ഒരു പ്രശ്നവും, അവരെല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് എന്ന് ഇന്നലെ ചാനലിന് നടത്തിയ അഭിമുഖം നിങ്ങളൊക്കെ കേട്ട് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് സമാധാനം നിലനിർത്താനാണ് നമ്മൾ കാംക്ഷിക്കുന്നത്. ആ സമാധാനം കാംക്ഷിക്കുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന, തെറ്റായ വഴിത്താരയിലൂടെ സഞ്ചരിക്കുന്ന, തീവ്രവാദത്തിന്റെയും പെൺഭാണിപത്തിന്റെയും കൊള്ളയുടെയും കേന്ദ്രമായി വർത്തിക്കുന്ന ഇവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് ഈ രാജ്യത്തെ സർവ്വ അമുസ്ലിമീ സഹോദരങ്ങളോടും സർവ്വ രാഷ്ട്രീയക്കാരോടും ആമുഖമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇനി എന്റെ സംസാരം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന സുന്നികളെ, എന്താണ് ഇവർക്കൊരു പ്രശ്നം? എന്തോ അവരെടുത്തുണ്ട് എന്ന് വിചാരിച്ചു പോയ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കുകയാണ്. ഒന്നാമത്,
ത്വരീഖത്ത് എന്ന് പറയുന്നത് നമുക്ക് അന്യമല്ല. ഏതോ ഒരു ത്വരീഖത്തിൽ അയാൾ പോയി പെട്ടിട്ടുണ്ട് എന്നതൊരു കുറ്റമായിട്ടാണ് ജനങ്ങൾ അവതരിപ്പിക്കൽ. അത് ശരിയല്ല. ത്വരീഖത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമാണ്, ശരീഅത്തിന്റെ ഒരു ഭാഗമാണ് ത്വരീഖത്ത്. ആ ത്വരീഖത്ത് മുസ്ലിമീങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതും അത് സ്വീകരിക്കൽ വളരെ പുണ്യമുള്ളതും മനുഷ്യൻ നന്നാകാനുള്ള മാർഗവുമായിട്ടാണ് ത്വരീഖത്തിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ലൊരു മാർഗമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ത്വരീഖത്ത്, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ത്വരീഖത്ത്, അങ്ങനെ തുടങ്ങിയ അള്ളാഹുവിന്റെ ദീനിന്റെ പരിശുദ്ധരായ ഉലമാക്കൾ ഇവിടെ പഠിപ്പിച്ച യഥാർത്ഥ ശരീഅത്തിന്റെ വളരെ ഭദ്രമായി അതിനെ നിലനിർത്തുന്ന പരിശുദ്ധമായ ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്ത് അത് നമ്മളെ ഭാഗമാണ്. ആ ത്വരീഖത്തിന്റെ ഭാഗമാണ് നമ്മളെ ഹദ്ദാദ്. ആ ത്വരീഖത്തിന്റെ ഭാഗമാണ് നമ്മളെ മുഹീദ്ദീൻ റാത്തീബ്. ആ ത്വരീഖത്തിന്റെ ഭാഗമാണ് നമ്മുടെ ജലാലിയ റാത്തീബ്. ആ ത്വരീഖത്തിന്റെ ഭാഗമാണ് ശൈഖ് ജീലാനി തങ്ങളെ കൊണ്ടുള്ള ഖുതുബിയത്ത്. അങ്ങനെ തുടങ്ങിയ ത്വരീഖത്തിന്റെ ആചാരങ്ങൾ. ശംസുൽ ഉലമ എത്രയോ ത്വരീഖത്ത് സ്വീകരിച്ച ആളായിരുന്നു. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ത്വരീഖത്ത് സ്വീകരിച്ച ആളായിരുന്നു. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ത്വരീഖത്ത് സ്വീകരിച്ച ആളായിരുന്നു. അതുകൊണ്ട് ത്വരീഖത്തിനെ നാം വിമർശിക്കുകയല്ല ചെയ്യുന്നത്, അത് വേണ്ടതാണ്. എന്നാൽ ത്വരീഖത്ത്, ഒരു ത്വരീഖത്ത് എന്ന് പറയുന്നത് ആ ത്വരീഖത്ത് അല്ലാഹുവിലേക്കുള്ള മാർഗം, അസ്സൈറു വസ്സുലൂകു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള മാർഗം. ആ മാർഗം ശരീഅത്ത് കൊണ്ട് സുഭദ്രമാണ്, ശരീഅത്തിൽ ബന്ധിതമാണ്. ശരീഅത്ത് ഒഴിവായിക്കൊണ്ടുള്ള ഒരു ത്വരീഖത്ത് ഇല്ലേ ഇല്ല. എന്നാൽ നമ്മുടെ വേങ്ങാടിൽ പ്രവർത്തിക്കുന്ന വേങ്ങാട് ത്വരീഖത്ത് എന്നറിയപ്പെടുന്ന ഈ ത്വരീഖത്തുണ്ടല്ലോ, അബ്ദുല്ല ഹാജി നേതൃത്വം നൽകുന്ന ആ ത്വരീഖത്ത്, വേങ്ങാട്ട് അബ്ദുല്ല നേതൃത്വം നൽകുന്ന ത്വരീഖത്ത്, ആ ത്വരീഖത്ത് വളരെ വലിയ പിഴവിലാണ്. ചെറിയ പിഴവൊന്നുമില്ല, സൂക്ഷ്മമായി പരിശോധിക്കേണ്ട പിഴവല്ല, പ്രത്യക്ഷത്തിൽ സർവർക്കും തിരിയുന്ന പിഴവാണ്. ചെറിയ പിഴവുകളെല്ലാം വളരെ വലിയ അബദ്ധം ചെറിയ ചെറിയ വാക്കുകളിൽ പോലും നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ ദൂരത്താണ് ശരീഅത്തുമായി. ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്യാനോ അടുപ്പിക്കാനോ വ്യാഖ്യാനിക്കാനോ ഇടമില്ലാത്ത വിധം പിഴച്ചുപോയ ഒരു ത്വരീഖത്താണത്. എന്താണ് പിഴച്ചുപോയി എന്ന് പറയാൻ കാരണം? മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വളരെ കൃത്യമായി നാം പരിശോധിച്ച് നോക്കിയാൽ, വേങ്ങാട് ത്വരീഖത്തിനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, ഒരു നിമിഷം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ എഴുത്തുള്ള ഒരു പുസ്തകം, ഞാനിതാ ഇവിടെ അത് കാണുന്നുണ്ടോ? കുറച്ചങ്ങോട്ട് അദ്ദേഹം എഴുതിയ, അദ്ദേഹത്തിന്റെ ലേഖനടക്കമുള്ള അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ എഴുതിയ ഏതാനും ചില ആശയങ്ങൾ, കുറച്ച് ധാരാളം കാണിക്കാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഞാനിവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്കും സ്ക്രീനിൽ വായിക്കാൻ നല്ല സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ വെറുതെ ഒന്നുമല്ല. വേങ്ങാട് ത്വരീഖത്തിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ സംശയം തീരാൻ, നമ്മളെന്തോ വായിച്ച് തട്ടിപ്പാക്കുകയാണെന്നുള്ള ഒരു ദുരൂഹതക്ക് സർവ്വ സാധ്യതകളും അടക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കും ആ പുസ്തകം വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സ്ക്രീൻ കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും സംശയിക്കുന്ന, പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ എന്തോ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ഞാൻ മുഴുവനും നമ്മളെ സദസ്സിലേക്ക് സവിനേശം ക്ഷണിക്കുകയാണ്. എന്താണ് ആ ഷെയ്ഖ് പറയുന്നത്? ഷെയ്ഖ് പറയുന്ന ഒരു വാദം നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയുന്നത്, എന്റെ മുരീദാകാൻ മതമൊന്നും വേണ്ട, ഏത് മതക്കാരനും എന്റെ മുരീദാകാം. എന്റെ മുരീദിന് ജാതിയും ഇല്ല, മതവും ഇല്ല.
സർവ്വർക്കും എന്റെ തരീഖത്ത് കൊടുക്കുന്നതാണ്. മുസ്ലിം ആകണമെന്നില്ല. എന്റെ മുരീദിന് മതമില്ല, ജാതിയില്ല, ഏത് മതക്കാരനും ഞാൻ തരീഖത്ത് കൊടുക്കും. അതുകൊണ്ട് അവനിക്ക് അമ്പലത്തിലും പോകാം, അവനിക്ക് പള്ളിയിലും പോകാം, അവനിക്ക് ചർച്ചിലും പോകാം, അവനിക്ക് ജൂത ദേവാലയത്തിലും പോകാം, സർവ്വസ്ഥലത്തും അവനിക്ക് പോകാം. ആ പോകുന്ന ആളുകൾക്കൊക്കെ എൻ്റെ അടുത്ത് വരികയും ചെയ്യാം. കാരണം ഞാൻ തരീഖത്ത് കൊടുക്കുന്നത് ആത്മാവിനാണ്. ആത്മാവിന് ഭാഷയില്ല, ആത്മാവിന് ലിംഗഭേദ വ്യത്യാസമില്ല, ആത്മാവിന് മതമില്ല, ആത്മാവിന് ആദിയില്ല, ആത്മാവിന് അവസാനമില്ല. ആത്മാവ് ലോകത്ത് പരന്നു കിടക്കുകയാണ്. ആരാ പറയുന്നത്? വേങ്ങാട് ശേഖ് എന്ന് പറയുന്ന ഈ അബ്ദുള്ള ഹാജി അല്ലേ, ഹാജി അല്ലേ, അദ്ദേഹം പറയുകയാണ്, ഹസരത്ത് അബ്ദുള്ള ഷാ ഖാദിരി വേങ്ങാട് ആസ്ഥാനം. അച്ഛന് പോയിട്ടില്ലേ? സോറി കേട്ടോ, പറഞ്ഞു വേദ. അബ്ദുള്ള അൽ ഖദീർ എന്ന് പറയുന്ന ഈ അബ്ദുള്ള ഷെയ്ഖ്, വേങ്ങാട് കല്ലാ ഷെയ്ഖ്, ഇദ്ദേഹം പറയുന്നത് ഏത് മതമാകാന്നാണ്. സുബ്ഹാനല്ലാഹ്, പോരെ. അദ്ദേഹം പറയുന്ന ആത്മാവിനെ സംബന്ധിച്ച് ആത്മാവിന് ആദിയില്ല, അത് അനാദിയാണ് എന്ന് പറഞ്ഞാൽ അത് ആരും പടച്ചതൊന്നുമല്ല, അത് പടപ്പല്ല. ഇവിടെ തന്നെ പിഴച്ചു. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് പടക്കാത്തവൻ. ബാക്കി സർവ വസ്തുക്കളെയും അല്ലാഹു പടച്ചതാണ്. അല്ലാഹു പടക്കാത്തൊരു വസ്തുവും ഇവിടെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശം പടച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൂമി പടച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വെള്ളം പടച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടികളെ പടച്ചത്. അല്ലാഹു ആദ്യമായി പടച്ചത് എന്തിനെയാണ്? പല ഹദീസുകളും വന്നിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട നബിയുടെ പൊന്നാര ശിഷ്യൻ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ 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 ആദ്യമായി അല്ലാഹു പഠിച്ചത് എന്താണ് നബിയേ? ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുത്തു, നൂറു നബിയിക യാ ജാബിർ, ജാബിറേ നിങ്ങളുടെ നബിയായ എൻ്റെ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ്, ഒളിവിനെയാണ് ആകാശഭൂമികൾ പടക്കപ്പെടുന്നതിന് മുമ്പ്, സൃഷ്ടികളെ പടക്കപ്പെടുന്നതിന് മുമ്പ്, സർവ്വ സൃഷ്ടികളെയും പടക്കുന്നതിന് മുമ്പ് അല്ലാഹു പടച്ചിട്ടുള്ളത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ അല്ലാഹുവാണ് സർവ്വത്തിനെയും പടച്ചിട്ടുള്ളത്. അല്ലാഹു ഖാലിഖു കുല്ലി ശൈ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിന്റെ 62-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, സർവ്വ വസ്തുക്കളെയും അല്ലാഹു പടച്ചതാണ്. അല്ലാഹു പടച്ചതാണ്. ആത്മാവിന് പടപ്പില്ല എന്ന്, ആത്മാവിന് ആദിയില്ല, അതിന് ആദ്യമില്ല, അത് നേരത്തെ ഉള്ളതാണ്, അത് ഖദീമാണ്, പണ്ട് പണ്ടേ ഉള്ളതാണ് എന്ന വാദം അത് അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ നിന്ന് വേങ്ങാട് ശൈഖും അതിന്റെ ആളുകളും ബഹുദൂരം പുറത്തുപോയി എന്നതിന്റെ തെളിവാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം എഴുതിയ ഈ പുസ്തകം, ഒരു നിമിഷം എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിന്റെ 4-ാമത്തെ പേജിൽ തന്നെ തുടങ്ങുക. 2-ാമത്തെ പേജിൽ തന്നെ തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് നിസ്കാരമില്ല, അദ്ദേഹത്തിന് പെണ്ണിനെ തൊടുന്നതിന് പ്രശ്നമില്ല. ഓരോന്നും ഞാൻ രേഖാമൂലം പറയുകയാണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ. ഇത് ഞാൻ ഇത്രയും സുതാര്യമായി സംസാരിക്കുന്നത് നിങ്ങൾക്കും സ്ക്രീനിൽ കാണാൻ സൗകര്യമൊരുക്കിയത് ഒരു സംശയത്തിന്റെ തെരി പോലും നിങ്ങൾക്ക് അവശേഷിക്കരുത് എന്ന് കരുതിയാണ്. അദ്ദേഹം പറയാൻ, നീ മനസ്സിലാക്കുക, ആത്മാവിനെ ശുദ്ധീകരിക്കലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗത്യം. അത് ശരിയാണ് അല്ലേ? ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മാവിനെ ശുദ്ധിയാക്കണം. അപ്പോൾ ആത്മാവിനെ കുറിച്ച് നീ മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. എന്താണ് ഈ ശൈഖ് ആത്മാവിനെ പറ്റി മനസ്സിലാക്കി തരുന്നത്? ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല. അദ്ദേഹം എഴുതിയാണ്. 100 അള്ളാഹുവിന്റെ റസൂലിന്റെ 100 സർവ്വ ആത്മാക്കളെയും പടക്കപ്പെടുന്നതിന് മുമ്പ് നബിതങ്ങളുടെ 100 ആദ്യമായി പടക്കപ്പെട്ടത് എന്ന ആ 100 പോലും അള്ളാഹുവിന്റെ ഖൽഖാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. ആ ആത്മാവിന് ജനനമില്ലാതെ ജനിച്ചതല്ല, പടച്ചവൻ പടച്ചതല്ല എന്നാണ് ശൈഖ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് അഹ്ലുസുന്നത്തിന്റെ അഖീദക്ക് പുറത്താണ്. സ്ത്രീ എന്നോ പുരുഷനോ ആ ആത്മാവിനില്ല. തുടർന്ന് മാത്രമല്ല, ജാതിമത വ്യത്യാസമില്ല ആത്മാവിനെ. ജാതിയൊന്നുമില്ല, എല്ലാ ആത്മാവും, ഏത് മുസ്ലിമായോന്റെ അമുസ്ലിമായ എൻ്റെ ആത്മാവൊക്കെ അതിന് ജാതിയില്ല, മതമൊന്നുമില്ല. അദ്ദേഹം എഴുതാൻ,
എന്നെ എൻ്റെ ഗുരു ഏൽപ്പിച്ച ദൗത്യം ആത്മാവിനെ ശുദ്ധീകരിച്ചു കൊടുക്കുവാനാണ്. അതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാർക്കും ജാതി മത വ്യത്യാസമൊന്നുമില്ല. എഴുതി വെച്ചിരിക്കാൻ നോക്കൂ നിങ്ങൾ, ജാതി മത വ്യത്യാസമില്ലായിരുന്നു. ദൈവത്തെ അറിയുവാനും അവന് വഴിപ്പെട്ട് ജീവിക്കാനുമാണ് എല്ലാ മതഗ്രന്ഥങ്ങളും ഉത്ബോധിപ്പിക്കുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസി ഏത് മതത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ദൈവത്തോട് അടുക്കാനുള്ള മഹത്തായ വാക്യങ്ങൾ കാണുവാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം അതിന്റെ ശേഷം എഴുതുകയാണ്, സത്യമായിട്ടുള്ളത് നിരാമയനായ ജീവാത്മാവാണ്, അതിനാകട്ടെ ജനനവുമില്ല മരണവുമില്ല. അതുപോലെ തന്നെ ആത്മാവിന് ചൂടും തണുപ്പും അനുഭവപ്പെടുന്നില്ല. സർവ്വവ്യാപിയാണ് ആത്മാവ്. ഈ ഭൂമിയിൽ നിറയെ ആത്മാവ് നിറഞ്ഞ ഒരു ആത്മാവിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഏകനും അവ്യയനും ഒന്നിനോടും ചേർന്ന് നിൽക്കാത്തതും ശുദ്ധനും നിത്യനും ജ്ഞാനസ്വരൂപനുമാണ് ആത്മാവിനെ കുറിച്ച്. ജ്ഞാനസ്വരൂപനുമായ ആത്മാവിനെ കുറിച്ച് നീ ദുഃഖിക്കരുത് എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം വീണ്ടും എഴുതുകയാണ്. ഇത് എഴുതിയത് കൊണ്ട് ഒരു പക്ഷേ നീ എന്നെ വിളിച്ചു പറഞ്ഞേക്കാം, ഞാൻ ഒരു മതസ്ഥനെന്നോ മറ്റു മതസ്ഥനെന്നോ, നീ വിളിച്ചു പറഞ്ഞതുപോലെ സ്വാമി എന്നോ അമ്പലങ്ങളിൽ പോയി ഇരുന്നോ എന്നും നീ പിറുപിറുത്തേക്കാം. എന്നാലും എനിക്ക് പരിഭവമില്ല. കാരണം മുമ്പേ ഞാൻ സൂചിപ്പിച്ചു, എൻ്റെ ശിഷ്യന്മാർക്ക് ജാതി മതവർഗ വിവേചനമില്ല. മാത്രമല്ല, ഹൃദയം ശുദ്ധീകരിച്ച ഒരു മനുഷ്യന് എവിടെ പോയിരുന്നാലും അവിടെ പരിശുദ്ധമായിരിക്കും. അത് പള്ളിയായാലും അമ്പലമായാലും അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏത് സ്ഥലമായാലും. മുഅ്മിനീങ്ങളെ, എന്താണ് അദ്ദേഹം ഇവിടെ എഴുതിയത്? ഇത് മലയാളത്തിലാണ്, ഉറുദുവിൽ. അദ്ദേഹത്തിന്റെ ശൈഖിനെ പറ്റിയുള്ള കുറിപ്പുകൾ ധാരാളം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഉറുദുവിലേക്കൊന്നും കിടക്കണില്ല, ഇത് മലയാളമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ രാജ്യത്ത് ഞാൻ ആമുഖമായി പറഞ്ഞത് അതാണ്. ഇവിടെ ഞങ്ങൾക്കൊരു അമ്പലത്തിനോടും വിയോജിപ്പില്ല. ഇവിടെയുള്ള ഒരു ചർച്ചുകൾക്കും നാം എതിരല്ല. ഇവിടെ മതസ്പർദ്ധ ഉണ്ടാകാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കൂല. പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യൻ പൊട്ടു തൊടരുത്. അത് ഇസ്ലാമിക വിരുദ്ധമായ ചിഹ്നമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ അമുസ്ലിമിന്റെ വേഷം കെട്ടരുത്. അത് ഇസ്ലാമിക ചിഹ്നക്ക് വിരുദ്ധമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ അമുസ്ലിമീങ്ങളുടെ ദേവാലയത്തിൽ പോകരുത്. അതുപോലെ അമുസ്ലിമീങ്ങളായ ആളുകൾ നമ്മുടെ പള്ളിയിലും അവർ വരുന്നില്ലല്ലോ. മഗ്രിബ് നിസ്കാരത്തിന് ഈ രാജ്യത്തെ ഈ വേങ്ങാട്ടിലുള്ള രാമാട്ടനും ജോസഫ് ചേട്ടനും വന്നിട്ടില്ലല്ലോ. കാരണം ഇത് മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലമല്ലേ. ആ മുസ്ലിമീങ്ങളുടെ ദേവാലയം, അത് അമ്പലമാകട്ടെ ചർച്ചാവട്ടെ, അവിടെ നമ്മളും പോകാറില്ല. പക്ഷേ വേങ്ങാട് ശൈഖ് പറയുന്നത് എന്താണ്? ഈ കള്ള ശൈഖ്, പിഴച്ച ശൈഖ് പറയുന്നത് എന്താണ്? എന്റെ മുരീദിന് അമ്പലത്തിലും പോകാം, എന്റെ മുരീദിന് ചർച്ചിലും പോകാം, എന്റെ മുരീദിന് അവനിക്ക് പള്ളിയിലും പോകാം. അതിൽ ജാതിയില്ല, അവനിക്ക് മതമില്ല. കാരണം ഞാൻ ശുദ്ധിയാക്കുന്നത് അവന്റെ ആത്മാവിനെയാണ്. ആത്മാവ് ജാതിയില്ലാത്തതാണ്, ആണില്ലാത്തതാണ്, പെണ്ണില്ലാത്തതാണ്, സർവ്വവ്യാപിയാണ്, ആദ്യമില്ലാത്തതാണ്, അനാദിയാണ്. ഇത് വേങ്ങാട് ശൈഖ് പച്ചയില് മലയാളത്തിൽ എഴുതിയതാണ്. അയാളെ കുറിപ്പാണിത്. അദ്ദേഹം എഴുതിയതാണ് മലയാളത്തിൽ. വേങ്ങാട്ടുകാരടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, ഈ പുസ്തകം കിട്ടും. ഈ അടുത്ത് ഒരു 5-10 കൊല്ലത്തിന്റെ 10-15 കൊല്ലത്തിനുള്ളിലായി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട് അദ്ദേഹം എഴുതിയ. ഒരു വരിയിൽ പോലും ശരിയില്ല, മുഴുവനും അബദ്ധങ്ങളും ഭീമാബദ്ധങ്ങളുമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പരിശുദ്ധമായ മതം അത് ഇസ്ലാമാണ്. ആ മതത്തിന് വിരുദ്ധമായി, ആ മതത്തിന്റെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി, ആ മതത്തിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി, അള്ളാഹുവിന്റെ ദീനിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി പരിശുദ്ധമായ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന രിദ്ദത്തിന്റെ കാരണങ്ങൾ ഒരു മനുഷ്യൻ ആവർത്തിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണെന്നാണ് നമ്മൾ ആദരണീയനായ സലാം ദാരിമിയും അതുപോലെ സിദ്ദീഖ് ഫൈസി വെൺമണിൽ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. എസ്കെഎസ്എഫിന്റെ സമുന്നതരായ നേതാക്കളാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ ദീനല്ലാത്ത വേറൊരു ദീൻ ഒരാൾ തേടിയാൽ അല്ലാഹു അവനിൽ നിന്ന് സ്വീകരിക്കൂല. ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് സ്വീകരിക്കൂല. അതുകൊണ്ട് ഏറെ ആയത്തൊന്നും ഇനി ഓതേണ്ടതില്ല, ഹദീസോ പ്രമാണോ പറയണ്ട. വേങ്ങാട് ശൈഖ് എവിടെയാണ് പിഴച്ചത് എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരമാണ്. അങ്ങേയറ്റം പിഴച്ചിട്ടുണ്ട്. ജാതിയും ഇല്ല, മതവും ഇല്ല, വർഗവും ഇല്ല,
വ്യത്യാസമില്ല, അമ്പലമില്ല, പള്ളിയുമില്ല എന്ന് മാത്രമല്ല, വീണ്ടും അദ്ദേഹം പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഇതിനെ വിമർശിച്ചപ്പോൾ, ഇവിടെ വിമർശനങ്ങൾ വന്നപ്പോൾ അദ്ദേഹം വീണ്ടും അതിനെ ന്യായീകരിക്കുക. എന്താ ന്യായീകരിക്കുന്നതെന്നറിയോ? വളരെ വലിയ അബദ്ധം. മറ്റൊരു ആരോപണം, ഞാൻ പറഞ്ഞു എൻ്റെ ശിഷ്യന്മാർക്ക് ജാതി മത വർഗഭേദമില്ലായിരുന്നു, ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും ഇത് തന്നെയാണ് പ്രഖ്യാപിച്ചത്. എൻ്റെ ശിഷ്യന്മാർക്ക് ജാതിയും മതവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നത് എൻ്റെ പേരിലുള്ള ഒരു ആരോപണമാണ്. അതിനെനിക്ക് പറയാനുള്ളത്, പ്രവാചകന്മാരൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അബൂജഹലും പ്രവാചകന്റെ ശിഷ്യനാണ്, സ്വഹാബിയ എന്ന് പറയേണ്ടി വരിപ്പോ. പ്രവാചകന്മാരുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. അവരുടെ ശിഷ്യന്മാർക്ക് ജാതിയുമില്ല, മതവുമില്ല, വേദവുമില്ല എന്നാണ് വേങ്ങാട്ടുകാരൻ പരിശുദ്ധ ഖുർആനിനെ പച്ചയായി വ്യഭിചരിച്ചുകൊണ്ട് പറയുന്നത്. പ്രത്യേകിച്ച് റസൂലുള്ളാഹിയെ നിയോഗിച്ചത് മുഴുവൻ സമുദായത്തിലേക്കുമായിരുന്നു എന്ന് നീ തന്നെ പറയാറുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹൃദയം ശുദ്ധീകരിച്ച ഒരു മനുഷ്യൻ എവിടെ പോയിരുന്നാലും അവിടെ പരിശുദ്ധമായിരിക്കും. അമ്പലമായിരുന്നാലും പള്ളിയായാലും അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏത് സ്ഥലമായാലും ശരി, ഈ സത്യവചനമാണോ ഞാൻ തിരുത്തേണ്ടത്? സർവപ്രവാചകന്മാരുടെയും ശിഷ്യന്മാർ എല്ലാ മതസ്ഥരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂൽ നിയോഗിക്കപ്പെട്ട സർവ്വജനങ്ങളിലേക്കുമായതുകൊണ്ട് അവരെല്ലാം പ്രവാചകന്റെ ശിഷ്യന്മാരാണ്, സ്വഹാബികളാണ്. അബൂജഹൽ സ്വഹാബി റളിയല്ലാഹു അൻഹു, ഉത്ബത്ത് സ്വഹാബി റളിയല്ലാഹു അൻഹു എന്ന് ഈ കള്ളൻ പറയേണ്ടി വരൂലേ? എന്തൊരു ഭീമാബദ്ധമാണ്. വീണ്ടും അദ്ദേഹം പറയാണ്, മുസ്ലിമീങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി അദ്ദേഹം നുണ പറയുന്നത് തന്റെ പേരിന്റെ ഒടുവിൽ ചേർത്ത ശൈഖ് ജീലാനിയെ സംബന്ധിച്ചാണ്. അൽ ഖാദിരി എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ഏതായാലും ഖാദിരി എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്തില്ല, ഖദീരിയാക്കി മാറ്റിയിട്ടുണ്ട്. ഹൽക്കട്ട ഷരീഫ് ഖദീരി, ഹസ്രത്ത് ഹുവ്വുൽ ഖദീർ, ഹസ്രത്ത് അബ്ദുല്ല ഷാ ഖദീരി എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഖാദിരി എന്ന് പറയുന്നതിൽ നിന്ന് പടച്ചോൻ മൊയ്യദ്ദീൻ ശൈഖ് തങ്ങളെ കറാമത്തോണ്ട് തെറ്റിച്ചായിരിക്കുന്ന തോന്നുന്നത്. ശൈഖ് ജീലാനിയുടെ പേരിൽ അദ്ദേഹം നുണ പറയുകയാണ്. തന്റെ മതസ്ഥർക്ക്, തന്റെ ശിഷ്യന്മാർക്ക്, തന്റെ മുരീദന്മാർക്ക് മതം വേണ്ട എന്ന് സ്ഥാപിക്കാൻ ശൈഖ് ജീലാനിയെയും അദ്ദേഹം ദുരുപയോഗം ചെയ്യുകയാണ്. ഫത്ഹുർ റബ്ബാനി മുഹ്യിദ്ദീൻ ശൈഖിന്റെ കിതാബാണ്. അതിന്റെ 169-ാമത്തെ പേജിൽ നിന്റെ ഹൃദയം നീ പള്ളിയാക്കൂ, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും നീ ആരാധിക്കാതിരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് എന്ന അർത്ഥത്തിലുള്ള ആയത്തുകൾ ഓതിയത്. ഹൃദയം പള്ളിയാക്കിയവർക്ക് ഏത് സ്ഥലവും പരിശുദ്ധം തന്നെയാണ്, അമ്പലവും പള്ളി ചർച്ചും അതുപോലെ തന്നെ പള്ളിയും തുല്യമാണ് എന്ന് വളരെ പച്ചയിൽ ഈ പുസ്തകത്തിൽ രണ്ടാമതും അദ്ദേഹം വ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് ആ വാദം? എന്റെ ശിഷ്യന്മാർക്ക് മതമില്ല, എന്റെ മുരീദുമാർക്ക് മതമില്ല, അമ്പലവും പള്ളിയും ചർച്ചും അതുപോലെ സർവ്വമത ദേവാലയങ്ങളും തുല്യമാണ്. അതിന് തെളിവ് അള്ളാഹുവിന്റെ റസൂൽ സർവ്വജനങ്ങളിലേക്കും അയക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, സർവ്വജനങ്ങളിലേക്കും ഞാൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും മദീനത്തെ പള്ളിയിൽ വന്നു എന്നാണോ? ഏതെങ്കിലും സഹാബി നേരം ബാങ്ക് വിളിക്കുമ്പോൾ ചർച്ചിൽ പോകലുണ്ട് എന്നാണോ? ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇദ്ദേഹം മനക്കെട്ടു എന്ന് മാത്രമല്ല, ഫത്ഹുർ റബ്ബാനിയിൽ നിന്ന് അദ്ദേഹം നുണ പറയുകയാണ്. ഫത്ഹുർ റബ്ബാനി വായിക്കാൻ ഈ ശൈഖിന്റെ ഒരൊറ്റ മുരീദിനും കഴിയൂല. പരിഭാഷ വായിക്കുകയാണ്. ആരോ എഴുതിയ പരിഭാഷ വായിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കളി. ഫത്ഹുർ റബ്ബാനിയിൽ എന്താ പറഞ്ഞത്? ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നത് എന്താണെന്നറിയോ? നീ അമ്പലത്തിൽ പോകരുത് എന്നാ പറയണത്. എന്നിട്ട് ഫത്ഹുർ റബ്ബാനി ഉദ്ധരിച്ചുകൊണ്ട് അമ്പലത്തിൽ പോകണമെന്ന് തെളിവ് പറയുന്നു. ഫത്ഹുർ റബ്ബാനി പറയുന്നുണ്ട്, നിന്റെ കൽബിൽ നീ പള്ളി സൃഷ്ടിക്കണമെന്നാണ് ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നത്. കൽബിൽ പള്ളി സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? കൽബിൽ പള്ളി സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീ മറ്റ് ദേവാലയങ്ങൾ നിന്റെ കൽബിൽ സൃഷ്ടിക്കരുത് എന്നല്ലേ? ആ ഫത്ഹുർ റബ്ബാനിയെ പറ്റിയാണ് അദ്ദേഹം നേരെ തിരിച്ചുകൊണ്ട് നുണ പറയുന്നത്. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയാണ്, മോനെ, തന്റെ മുരീദിനെ, തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറയാൻ, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ നീ പള്ളിയാക്കി മാറ്റണം. നീ നിന്റെ ഹൃദയത്തെ പള്ളിയാക്കി മാറ്റണം. ലാ തദ്ഉ മഅല്ലാഹി അഹദ, കാരണം പള്ളി എന്നത് ആരെയും, അള്ളാഹുവിന്റെ കൂടെ ആരെയും ആരാധിക്കപ്പെടാത്ത സ്ഥലമാണ്. അതുകൊണ്ട് നിന്റെ കൽബ് പള്ളിയാക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഖാല അല്ലാഹു അസ്സ വജൽ,
അല്ലാഹു പറഞ്ഞു ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിന്റെ കൂടെ വേറെ ആരെയും നീ ആരാധിക്കരുതല്ലോ. അതുകൊണ്ട് നിന്റെ കൽബിൽ നീ പോറ്റേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ പോയിട്ടാണ് നീ ഇരിക്കേണ്ടത് എന്ന് ശൈഖ് ജീലാനി പറഞ്ഞതിനെ നേരെ അട്ടിമറിച്ചുകൊണ്ട് പള്ളിയിലും പോകാം, അമ്പലത്തിലും പോകാം, ചർച്ചിലും പോകാം, എന്റെ മുരീദ് ഏത് മതക്കാരനുമാകാം, എനിക്ക് മതമില്ല എന്ന് പറയുന്ന ഈ തരീഖത്ത് പിഴച്ചതല്ലെങ്കിൽ പിന്നെ ഏത് തരീഖത്താ പിഴച്ചതുള്ളത്? മുഅ്മിനീങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിനെന്താ പിന്നെ സംശയമുള്ളത്? അതിലെന്തോ ഉണ്ട് എന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ട് പറഞ്ഞു. ശംസുൽ ഉലമ വന്ന് വിമർശിച്ചതിന് ശേഷം എന്തോ അതിലുണ്ട് എന്ന് ഈ നാട്ടുകാർ പറഞ്ഞു എന്നാണ് അധ്യക്ഷ ഭാഷണത്തിൽ നേരത്തെ ഇവിടെ കേട്ടത്. മുഅ്മിനീങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയതാണെങ്കിൽ ഇതിൽ ഒരു തെരിയുമില്ല. മഹാ അബദ്ധമാണിത്, മഹാ അബദ്ധം. ഇത്രമാത്രം ഒരു തരീഖത്ത് പേച്ചു പോകുമോ? ഇത് കുഫറാണിത്, ഇത് കുഫറാണ്. ഇത് കുഫറല്ലെങ്കിൽ പിന്നെ ഏതാ കുഫർ? ഇത് കുഫറാണ്. സൃഷ്ടി, അള്ളാഹുവിന്റെ സൃഷ്ടിയായ റൂഹ് അത് സൃഷ്ടിയല്ല, അതിന് ആദിയില്ല എന്ന വാദം മഹാ അബദ്ധമാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അദ്ദേഹം പ്രവാചകന്മാരെ വിട്ടിട്ടില്ല. ഔലിയാക്കന്മാരെയും പ്രവാചകന്മാരൊക്കെ അദ്ദേഹം കൊച്ചാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബിയെ പറ്റി അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? മൂസാ നബി കിബറിനാണ്, മൂസാ നബിക്ക് കിബറുണ്ട് എന്നാണ്. ആദ്യം നബി ദോഷം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എത്ര സ്ഥലത്താഴ്ത്തുന്നറിയോ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബിയോട് അള്ളാഹു ചോദിച്ചൊരു സംഭവം സഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്. ആ സംഭവം അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനാണ്. അദ്ദേഹം കയറി ഇടപെടുകയാണ്. എന്താ പറയണമെന്നറിയോ? കേട്ടോളൂ നിങ്ങൾ. മഹാനായ ശംസുൽ ഉലമ പ്രസംഗിച്ചപ്പോൾ ഉണ്ടായ അലയലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതുകയാണ്. ഒരു നിമിഷം എന്ന തന്റെ പുസ്തകത്തിൽ. ഇതിന്റെ ഒരു ഭാഗം താൻ എഴുതിയതാണ്, ഒരു ഭാഗം തൻ്റെ ഒരു ശിഷ്യൻ എഴുതിയതാണ്. രണ്ടും കൂടി ശിഷ്യനും ഉസ്താദും കൂടി ഉണ്ടാക്കിയ പുസ്തകമാണിത്. ഇതിൽ പറയാം, മറ്റൊരു കാതലായ ആരോപണം എന്നത് ഈ കേക്കുള്ള മറുപടിയിൽ, അള്ളാഹു മഹാനരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ, ശംസുൽ ഉലമ ഈ കേക്കുള്ള മറുപടിയിൽ മൂസാ നബിക്ക് കിബർ തോന്നി എന്ന് രേഖപ്പെടുത്തിയതാണ്. മന്തിക്കിന്റെ ഭാഷയിൽ താങ്കൾ ആ ഉദ്ധരണിയെ വികലമാക്കുന്നതും കണ്ടു. ഇതിന്റെ പേരിലാണ് താങ്കൾ ഒരു ശൈഖിനെ പരിഹസിക്കുന്നതെങ്കിൽ താങ്കൾ തള്ളേണ്ടത് ആരെയെല്ലാമാണ് ബോധ്യപ്പെടുത്തി തരാം. തഖ്ലീദിയായ വിശ്വാസപ്രകാരം പ്രവാചകന്മാർ അവരുടെ നുബുവത്തിന് മുമ്പോ പിമ്പോ ദോഷം ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ശൈഖന്മാരുടെ പ്രഖ്യാപനങ്ങൾ ഇതിന് അപവാദമാണ്. തഖ്ലീദിയായ വിശ്വാസപ്രകാരം നബിമാർ ദോഷം ചെയ്തിട്ടില്ല എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ മശായിഖന്മാരായ ഔലിയാക്കൾ ഇതിന് നേരെ എതിരാ പറയുന്ന. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കേട്ടോളൂ, എന്തല്ല ഔലിയാക്കന്മാർ പറയണത്? മൂസ അലൈഹി ഇസ്ലാമിനെ ഖിദർ നബിയുടെ അടുത്തേക്ക് അയക്കാനുണ്ടായ കാരണം വ്യക്തമാക്കുന്ന ഹദീസ് ബുഖാരി വാല്യം 3 പേജ് നമ്പർ 111 കിതാബു തഫാസീറിലെ സൂറത്തുൽ കഹ്ഫ് നോക്കുക. ഇതൊക്കെ എഴുതുന്ന കാണുമ്പോൾ വിചാരിക്കൂ, ഏകെന്തല്ലോ വിവരമുണ്ട്. ഒരു പുണ്ണാക്കു ഇയാൾക്കറിയില്ല, എവിടെന്നോ കോപ്പി അടിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബുഖാരിയിലെ ഹദീസാണ്, ബനു ഇസ്രായേലിലുള്ള പ്രസംഗകനായ മൂസ പ്രസംഗത്തിന് നിന്നപ്പോൾ ചോദിക്കപ്പെട്ടു, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജ്ഞാനന്മാർക്കാണ്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ. എന്നിട്ട് ശൈഖിന്റെ വക ഞാൻ എന്ന ഭാവത്തിനാണ് കിബർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, സന്ദേശം നൽകി. അദ്ദേഹത്തിന്റെ വക ബ്രാക്കറ്റ്, കിബറില്ലെങ്കിൽ പിന്നെ എന്തിന് ആക്ഷേപിച്ചു? അപ്പൊ മൂസാ നബി കിബറിനാണ് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ തന്റെ മേൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു ആരോപണം മൂസാ നബിനെ കിബറൻ എന്ന് വിളിച്ചു എന്നതാണ്. അദ്ദേഹം ആ ആരോപണം ശരിവെക്കുന്നു. ഞാനത് ശരിവെക്കുന്നു എന്നാ പറയുന്നത്. ഞങ്ങൾക്കങ്ങനെ വാദമില്ല എന്നല്ല. നിങ്ങൾ ചിലപ്പോൾ തഖ്ലീദ് കൊണ്ട് ഇമാമിങ്ങളെ പിൻപറ്റിയിട്ട് ചിലപ്പോൾ നബിമാർ തെറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ശൈഖന്മാർ പറയുന്നത് നബിമാർക്ക് തെറ്റുണ്ടാകാമെന്നാണ്. എന്നിട്ട് അദ്ദേഹം ബുഖാരിയെ അവതരിക്കുന്നത്. ബുഖാരിയാണ് ആ ശൈഖ്. എന്താ ബുഖാരി പറയണത്? റസൂലുള്ളാഹി മൂസാ നബി അലൈഹി സ്വലാമിന് കിബറുണ്ട് എന്ന് അദ്ദേഹം അതിന് തെളിവ് അവലംബിച്ചത് ബുഖാരിന്റെ ഹദീസാണ്. എന്നാൽ എന്താണ് ബുഖാരിയിൽ പറയുന്നത്? മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാമ ഖതീബൻ ഫീ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളോട് മൂസാ നബി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കവേ ഫസുഇല, മൂസാ നബിയോട് ആൾ ചോദിച്ചു. ആരോ ചോദിച്ചു, അയ്യുന്നാസി അഅലമു, ജനങ്ങളിൽ ഏറ്റവും വിവരമുള്ളത് ആരാണ് മൂസാ നബിയേ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ആ ജനങ്ങളിലേക്ക് വന്ന ഒരു റസൂലാണ്, ഒരു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. അവരെ മുഴുവനും നയിക്കാൻ വേണ്ടി കടന്നു വന്ന നബിയാണ്.
അപ്പൊ അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കാം, ആർക്കാണ് കൂടുതൽ വിവരം നബിയെ? മൂസാ നബി എന്താ മനസ്സിലാക്കുക? മൂസാ നബി മനസ്സിലാക്കിയത് മൂസാ നബിക്കാണെന്നാണ്. മൂസാ നബി മനസ്സിലുള്ളത് തുറന്നങ്ങ് പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞു. മൂസാ നബി പറയേണ്ടിയിരുന്നത് അല്ലാഹു അഅലം എന്നായിരുന്നു. മൂസാ നബി പ്രത്യക്ഷത്തിൽ താൻ മനസ്സിലാക്കി വെച്ചത് തുറന്നു പറഞ്ഞതാണ്. അത് കിബറല്ല. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു ഉന്നത സ്ഥാനത്തിലുള്ള ഒരു പ്രവാചകന്റെ വായിൽ നിന്ന് അല്ലാഹു അഅലം എന്ന് വരാതെ ഞാൻ എന്ന് പറഞ്ഞു പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ്. മൂസാ നബിയേ, നിങ്ങൾ ഇവിടുന്ന് സഞ്ചരിക്കണം. മൂസാ നബിയേ, ഇന്നലി അബ്ദൻ ബിമജ്മഇൽ ബഹ്റൈനി, എനിക്ക് മജ്മഉൽ ബഹ്റൈനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിമയുണ്ട് മൂസാ നബിയേ. ഹുവ അഅലമു മിൻക, നിങ്ങളെക്കാളും വിവരമുള്ള ആളാണ് മൂസാ നബിയേ. അപ്പൊ മൂസാ നബി എന്താ പറയണത്? ഖാല മൂസാ നബി അല്ലാഹുവിനോട് പറയാൻ, യാ റബ്ബ്, അല്ലാഹുവേ, എനിക്കെങ്ങനെയാ മൂപ്പരെ ഒന്ന് കാണാൻ കഴിയാ? എനിക്ക് മൂപ്പരെ അടുത്ത് പോകണം. മൂസാ നബിക്ക് കിബിറുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഞാനത് അംഗീകരിക്കൂല, ഞാൻ അയാളുടെ അടുത്ത് പോകില്ല എന്നല്ലേ പറയുന്നത്. മൂസാ നബിയുടെ മനസ്സിൽ കിബിറിന്റെ ലാഞ്ചനയില്ല. മൂസാ നബി പറഞ്ഞു, പഠിച്ചവനെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്നൊന്ന് അവിടെ എത്തിച്ചേരുവോ? എനിക്കൊന്ന് കാണിച്ചു തരുവോ? ആ മൂപ്പരെ ഒന്ന് കാണണം, എനിക്ക് എഴുന്ന് പഠിക്കണം. കിബിറിന്റെ ലാഞ്ചനയില്ല എന്നറിയിക്കുന്ന സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? മൂസാ നബി കിബറിനാണ്. ഞങ്ങൾ പറയട്ടെ, വേങ്ങാറ്റ ശൈഖിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, ഈ പിഴച്ച മനുഷ്യനെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, ലാലും മുതില്ലുമാണ്, പിഴച്ചു പോയതാണ്, പിഴപ്പിക്കുകയാണെന്ന് ശംസുൽ ഉലമ പറഞ്ഞ ഈ മനുഷ്യനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ, ഇദ്ദേഹം വലിയ അബദ്ധത്തിലാണുള്ളത്. അമ്പിയാക്കളെ കിബറെന്ന് വിളിച്ചുകൊണ്ട് ഒരു തരീഖത്ത് ഈ ഭൂമിയിൽ ഉണ്ടാവോ? അള്ളാഹുവിന്റെ ഉലുൽ അസ്മുകളിൽപ്പെട്ട ഏറ്റവും ഉന്നതനായ നബിമാരിൽപ്പെട്ട ഒരു നബിനെ കുറ്റം പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? റൂഹ് എന്ന് പറയുന്നത് അത് എല്ലാം നല്ല റൂഹ, മോശപ്പെട്ട റൂഹ് ഇല്ലേ ഇല്ല. റൂഹിന് മതമില്ല, റൂഹെല്ലാം പരിശുദ്ധരാന്ന് അദ്ദേഹം പറയുന്നത്. ഇത് ബുഖാരിക്കെതിരല്ലേ? ഇത് മുസ്ലിമിനെതിരല്ലേ? ഇത് കിതാബുകൾക്കെതിരല്ലേ? ഇത് ഹദീസുകൾക്കെതിരല്ലേ? ഇത് പൊന്നാര നബി പഠിപ്പിച്ചതിനെതിരല്ലേ? മുസ്ലിമായ മനുഷ്യന്റെ റൂഹും അമുസ്ലിമായ മനുഷ്യന്റെ റൂഹും വ്യത്യാസമില്ലേ? നിങ്ങൾ നോക്കൂ, ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കൂ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ മലായികത്ത് വന്ന് അടുത്ത് നിന്നുകൊണ്ട് ആ മലായികത്ത് മനുഷ്യനോട് വന്ന് പറയുന്നു, മുഅ്മിനായ മനുഷ്യന്റെ റൂഹിനോട് പറയുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യുഹൻ നഫ്സു തയ്യിബ, ഓ നല്ല റൂഹേ, ഓ പരിശുദ്ധ റൂഹേ, ഓ പരിശുദ്ധാത്മാവേ എന്ന് ആ റൂഹിനെ വിളിക്കുമ്പോൾ ആ ആത്മാവ് പുറത്തു വരികയാണ്. ആ ആത്മാവ് 7 ആകാശങ്ങളിലൂടെ മലായികത്ത് ഇല്ലീൻ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഖുർആൻ. മലായികത്ത് 7 ആകാശങ്ങളിൽ നിന്നും ആ ആത്മാവിനെ സ്വീകരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. മോശപ്പെട്ട ആത്മാവാണെങ്കിലോ, ഒരു മോശപ്പെട്ട മനുഷ്യൻ മരിക്കുമ്പോഴോ റൂഹ് പിടിക്കുന്ന മലക്ക് വന്നുകൊണ്ട് ആ മനുഷ്യന്റെ അടുത്ത് വന്നുകൊണ്ട് പറയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, ഓ മോശപ്പെട്ട ആത്മാവേ, ഉഖ്രിജി ഇലാ സഖതിൻ മിനല്ലാഹ്, നീ റബ്ബിന്റെ വെറുപ്പിന്റെ സങ്കേതത്തിലേക്ക്, ഇല്ലീൻ എന്ന മോശപ്പെട്ട ആത്മാവ് വസിക്കുന്ന സങ്കേതത്തിലേക്ക് നീ പോകൂ എന്ന് പറഞ്ഞ് ആത്മാവിനെ വിളിക്കുമ്പോൾ ആ ആത്മാവ് പുറത്തേക്ക് വരുന്നു. വേദനയോടെ മനുഷ്യന്റെ ശരീരത്തിൽ അങ്ങേറ്റം വേദനിപ്പിച്ചുകൊണ്ട് പുറത്തു വരുന്നു. അങ്ങനെ ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ മലായികത്ത് ആകാശലോകത്തുനിന്ന് വിളിച്ചു ചോദിക്കുമത്രേ, മാഹാദർ റൂഹുൽ ഖബീസ്, ഈ മോശപ്പെട്ട ആത്മാവ് ഏതാണ്? ആരുടെ ആത്മാവാണ് ഈ മോശപ്പെട്ടത് എന്ന് അള്ളാഹുവിന്റെ ലോകത്തെ മലായികത്ത് വിളിച്ചു ചോദിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത് മോശപ്പെട്ട ആത്മാവുണ്ട്, നല്ല ആത്മാവുണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നിറഞ്ഞു നിൽക്കുകയല്ലേ? എന്നിട്ടാണ് ഈ വേങ്ങാട്ട് ശൈഖ് പറഞ്ഞത്, ആത്മാവ് എന്ന് പറയുന്നത് എല്ലാം ശുദ്ധമാണ്, ആത്മാവെല്ലാം പരിശുദ്ധമാണ്, മോശപ്പെട്ട ആത്മാവില്ല, നല്ല ആത്മാവ് എന്ന് പറഞ്ഞ ഒന്നില്ല, ആത്മാവിന് ആണ് പെണ്ണ് എന്ന് പറഞ്ഞ ഒന്നില്ല, ആത്മാവിന് ആദിയില്ല അനാദിയില്ല, ആത്മാവിന് അവസാനമില്ല. ഇതൊക്കെ വേങ്ങാട്ട് ശൈഖ് എഴുതി വിട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഇത് പരിശുദ്ധ ശരീഅത്തുമായി ഒരു ബന്ധവുമില്ല. ഇനി നിങ്ങൾ നോക്കൂ, സയ്യിദുന ആദം അലൈഹിസ്സലാം
മൂസാ നബിനെ മാത്രമല്ല ആദൻ നബിയും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മൂപ്പര് പറയുന്നത്. ആദൻ നബിയും തെറ്റ് ചെയ്തു എന്നാണ്. വേങ്ങാട്ട മനുഷ്യന്റെ വൃത്തികേടിന്റെ അടയാളാണത്. അള്ളാഹുവിന്റെ നബിമാരെ മുഴുവനും അദ്ദേഹം ആക്ഷേപിക്കുകയാണ്. അദ്ദേഹം അതിന് വരികൾ അടർത്തിയെടുക്കുന്നു. ഇഹ്യാ ഉലൂമുദ്ദീന്റെ വരിയൊക്കെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്ന തഖ്ലീദിയൻ വിശ്വാസമാണ് മൂപ്പർക്ക് പറ്റാത്തത്. മൂപ്പർക്ക് എന്താ പിന്നെ വേണ്ടത്? മൂപ്പര് പടച്ചോന. അതുകൂടി ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാദങ്ങളിൽപ്പെട്ടൊരു വാദാത്. അദ്ദേഹത്തിന് അപകടകരമായ വാദങ്ങളിൽ ഒരു വാദമാണ് സർവ്വ മുൻഗാമികളെ മൂപ്പർ തള്ളും. മൂപ്പർ നേരിട്ടിങ് അവതരിപ്പിക്കുന്ന ആളാ. അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയാം. അതിനെ ന്യായീകരിക്കുക. അതിന് ശംസുലമയും മറ്റും എതിർത്തപ്പോൾ അതിന് വീണ്ടും അദ്ദേഹം ഇങ്ങനെ മറുപടി പറയാണ്. ഈ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബേജാറൊന്നും വേണ്ട. അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുന്നതെന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അടക്കമുള്ള ആളുകളൊക്കെ ആദം നബി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യനത് പറയാൻ പറ്റുമോ? നിങ്ങൾ നോക്കൂ, ഞാൻ ചെറിയൊരു ഉദ്ധരണി ഇവിടെ വായിക്കാം. താങ്കളുടെ തഖ്ലീദിയായ വിശ്വാസത്തിനെതിരെ ഇനിയും ഉദാഹരണം തരാം. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി തൗബയുടെ അധ്യായത്തിൽ പറയുന്നു, മനുഷ്യൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ അത്ഭുതമില്ല. കാരണം അത് അവന്റെ പിതാവായ ആദമിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇത് അദ്ദേഹം എഴുതിയതാണ്. ഇതിനെ വിമർശിച്ചപ്പോ, ഇതിനെ ബഹുമാനപ്പെട്ട ശംസുലമായ പോലുള്ള ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ പിഴവായി ചൂണ്ടിക്കാണിച്ചപ്പോ വീണ്ടും അദ്ദേഹം ആഞ്ഞടിക്കുകയാണ്, തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആദം നബി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും സമർത്ഥിക്കാൻ അദ്ദേഹം പേജ് കണ്ടെത്തുകയാണ്. അദ്ദേഹം പറയാണ്, ഇഹ്യാ ഉലൂമുദ്ദീനിൽ തൗബയുടെ അധ്യായത്തിൽ ആദം നബി കുറ്റം ചെയ്തു എന്ന് ഇമാം ഗസാലി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അറബിയിൽ കുറ്റമില്ലാത്ത രീതിയിൽ നീ വ്യാഖ്യാനിച്ചാൽ തന്നെയും പാടൂർ അഹമ്മദ് മുസ്ലിയാർ പരിഭാഷപ്പെടുത്തിയ പരിഭാഷയിലും കുറ്റം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓ വേങ്ങാട്ട് ശൈഖേ, അതിന് പിൻപറ്റി നടക്കുന്ന തെറ്റിദ്ധാരണയിൽപ്പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ ഞാൻ പറയട്ടെ. ആദം നബി അടക്കമുള്ള സർവ്വപ്രവാചകന്മാരിൽ നിന്നും പ്രത്യക്ഷത്തിൽ തെറ്റാണെന്ന് തോന്നുന്ന ഒരു സംഭവം കണ്ടാൽ പോലും അത് എടുക്കാൻ പാടില്ല, അത് വ്യാഖ്യാനിക്കേണ്ടതാണെന്നാണ് ബഹുമാനപ്പെട്ട ശരീഅത്തിന്റെ നിയമം. അള്ളാഹുവിന്റെ ഖുർആനിലോ ചരിത്ര ശകലങ്ങളിൽ എവിടെയോ ഹദീസിൽ എവിടെയോ പ്രവാചകന്മാരെടുത്തുനിന്ന് തെറ്റാണെന്ന് തോന്നുന്നൊരു സംഭവം വന്നാൽ നബിമാരെടുത്ത് എങ്ങനെങ്കിലും ഉദ്ധരിക്കപ്പെട്ടാൽ കളവാണെന്നോ തെറ്റാണെന്നോ പ്രത്യക്ഷത്തിൽ തോന്നുന്നൊരു സംഭവം കണ്ടാൽ അതിന്റെ പരമ്പര നോക്കണം, ആ ചരിത്രത്തിന്റെ പരമ്പര നോക്കണം. അതിന്റെ പരമ്പര മുത്തവാത്തിർ അല്ലെങ്കിൽ ഐക്യകണ്ഠേന വന്നിട്ടില്ലെങ്കിൽ ഫമർദൂദുൻ, ആ ഹദീസ് സഹീഹാണെങ്കിൽ പോലും തള്ളേണ്ടതാണ്. കാരണം നബിമാരെടുത്ത് തെറ്റുണ്ടാകൂല. വമാ കാന ബിത്തരീഖി തവാതുരി, മുത്തവാത്തിറായിട്ട് ഒരു നബി തെറ്റ് ചെയ്തു എന്ന് വ്യാപകമായി കണ്ടാലോ ഫമസ്റൂഫൻ അല്ലാഹിരിഹി ഇൻ അംകന, പറ്റുമെങ്കിൽ അതിന്റെ പ്രത്യക്ഷ തെറ്റിച്ചിട്ട് തെറ്റില്ലാത്ത അർത്ഥമായി വ്യാഖ്യാനിക്കണം. ഇല്ല, അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ലെങ്കിലോ ഫമഹ്മൂലുൻ അലാ തർക്കിൽ ഔലാ, ആ നബി അവിടെ നല്ലത് ഉപേക്ഷിച്ചു എന്ന അർത്ഥം വെക്കേണ്ടതാണ്. അല്ലാതെ ഒരു നബിയും തെറ്റ് ചെയ്ത് എന്നർത്ഥം പറയാൻ പാടില്ല. കാരണം അമ്പിയാക്കൾ ഇവിടെ വന്നത് എന്തിനാണ്? ജനങ്ങളെ ഉപദേശിക്കാനും നന്നാക്കാനുമാണല്ലോ. അതുകൊണ്ട് അവരിൽ നിന്നൊരു തെറ്റുമുണ്ടാകാൻ പാടില്ല എന്നത് അള്ളാഹുവിന്റെ അലിഖിതമായ നിയമമാണ്. അതുകൊണ്ട് തന്നെ ആദം നബി പഴം പറിച്ചത് തെറ്റാണോ? എങ്ങനെയാ അത് തെറ്റാവുക? അത് സ്വർഗത്തിലല്ലേ, സ്വർഗത്തിൽ നിന്നല്ലേ പഴം പറിച്ചത്? സ്വർഗത്തിൽ ശരീഅത്തില്ലല്ലോ, സ്വർഗത്തിൽ ശരീഅത്തില്ലല്ലോ. തെറ്റും ശരിയും ശരീഅത്തിലല്ലേ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ തെറ്റുണ്ടല്ലോ, ശരിയില്ലല്ലോ. അവിടെ മനുഷ്യനോട് തക്ലീഫ് ഇല്ലല്ലോ, ശരീഅത്തിന്റെ നിയമം ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അത് തെറ്റാവുക?
രണ്ടാമത്തത് ആദം നബി അലൈഹിസ്സലാമിനോട് അല്ല പറഞ്ഞതെന്താ? വലാ തഖറബാ ഹാദിഹി ഷജറ, ഈ മരത്തോട് അടുക്കരുത് എന്നാണ് ആദം നബി മനസ്സിലാക്കിയത്. ആ ഒരൊറ്റ മരത്തെ പറ്റിയാണ് പറഞ്ഞത് എന്നാണ്. പക്ഷേ ആ ഇനം മരത്തെ പറ്റിയായിരുന്നു അല്ല പറഞ്ഞത്. അതിന് തത്തുല്യമായ മറ്റൊരു ഇനം മരത്തിൽ നിന്നാണ് ആദം നബി പഴം പറിച്ചത്. ആദം നബി മനസ്സിലാക്കിയെടുത്ത് ചെറിയൊരു അബദ്ധം വന്നു പോയതാണ്, അല്ലാതെ ആദം നബി മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ ആയത്തിനെ തുടങ്ങിയ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ പൂർവ്വസൂരികളായ മുസ്ലിം ലോകം മുഴുവനും വ്യാഖ്യാനിക്കുമ്പോൾ ആ ആദം നബി തെറ്റുകാരനാക്കാൻ വേണ്ടി, ആദം നബിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തരീഖത്ത് കള്ള തരീഖത്തല്ലെങ്കിൽ അത് അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുന്ന തരീഖത്തല്ല, അത് വ്യാജ തരീഖത്താണ്. മുസ്ലിമീങ്ങളെ, അബദ്ധമാണ്, അബദ്ധമാണ്. ഇനി നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറയാണ് നിസ്കരിക്കൊന്നും വേണ്ട. നിസ്കാരത്തെ അദ്ദേഹം എങ്ങനെയൊക്കെയാ വളച്ചൊടിക്കുന്നറിയോ? അദ്ദേഹം പറയുന്നത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർമ്മിക്കലാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനെ ഓർമ്മിക്കലാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പറയാണ്, അപ്പൊ ഞാൻ കിണറിൽ ഗുണ്ടിൽ കയറി കൂരി ഇരുന്നിട്ട് അള്ളാഹിനെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്, അപ്പൊ എനിക്ക് നിസ്കാരമൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നത്. വ്യംഗ്യമായിട്ടാണ് അദ്ദേഹം ആ വിഷയം അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മമായ നിസ്കാരത്തെ അദ്ദേഹം എതിർക്കും. നോക്കൂ, ഒന്ന്, യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കലാകുന്നു. അദ്ദേഹം എഴുതിയതാണ്, യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കലാകുന്നു. നുണയാണത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സ്മരിക്കലല്ല. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന 14 ഫർളുകളുള്ള, ഒരുപാട് ഷർത്തുകളുള്ള, ആയിരക്കണക്കിന് 10,000കണക്കിന് മസലകളും കർമ്മങ്ങളുമുള്ള ഒരു പ്രത്യേക അമലിനാണ് നിസ്കാരം എന്ന് പറയാ. അല്ലാണ്ട് അള്ളാഹിനെ ഇങ്ങനെ ഓർമ്മിച്ച നിസ്കാരമാവോ? എന്നാ പിന്നെ റസൂലുള്ളാഹിക്ക് പരക്കി നിസ്കരിച്ചപ്പോ അള്ളാഹിനെ ഓർമ്മിച്ചാൽ പോരെ? എന്തിനാ മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത്? എന്തിനാ സ്വഹാബികളൊക്കെ പള്ളിയിൽ വന്ന്? അവരൊക്കെ പൊട്ടന്മാരാ? ഇത് അള്ളാഹിനെ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, അദ്ദേഹം വീണ്ടും അദ്ദേഹം പറയാണ്. എന്താ പറയണത്? പരിശുദ്ധമായ നിസ്കാരത്തെ പറ്റി അദ്ദേഹം വീണ്ടും പറയുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. അടുത്ത ചോദ്യം, നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കലാണെന്ന് ലോകത്ത് ഏതെങ്കിലും പണ്ഡിതൻ എവിടെയെങ്കിലും വിവരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ചോദ്യം ഉണ്ടാക്കിയിട്ട് മറുപടി പറയാം. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കലാണെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എവിടെയെങ്കിലും വിവരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം പറയും, ഉണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർമ്മിക്കലാണെന്നുണ്ട്. ഒന്നാമത് തെളിവ്, ഖുർആൻ തന്നെ വിവരിച്ചിട്ടുണ്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർമ്മിക്കലാണ്. എന്താ ആയത്ത് നോക്കിക്കോളൂ, നിസ്കാരം നിലനിർത്തുക എന്നെ നിങ്ങൾ സ്മരിക്കാൻ വേണ്ടി. ഇതാ തെളിവ്. ഈ വിവരണം നിനക്ക് തെളിവ് പോരെങ്കിൽ അടുത്ത തെളിവിന് ഹൗസുല്ലാദമിന് തെളിവ് പറയാൻ പോവാണ്. എന്താ ഇപ്പോ ഈ ആയത്ത്? നിസ്കാരം നീ നിലനിർത്തുക എന്നെ സ്മരിക്കാൻ വേണ്ടി. അഖിമിസ്സലാത്ത ലിദിക്രി, സൂറത്തു ത്വാഹയിലെ ആയത്താണത്. അഖിമിസ്സലാത്ത ലിദിക്രി ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, ഞാൻ മാത്രമാണ് ആരാധ്യനായ ഏകദൈവം, ഞാൻ മാത്രമാണ് ഇലാഹ്, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. വാഖിമിസ്സലാ, നിങ്ങൾ 5 നേരം നിസ്കരിക്കണം. എന്തിനാണ് നിസ്കരിക്കുന്നത്? ലിദിക്രി, എന്റെ ഓർമ്മ നിങ്ങളിൽ ഉണ്ടാകാൻ നിസ്കരിക്കണം. ഈ ആയത്തിന് മൂപ്പര് പറയാ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർമ്മിക്കലാണ്. ഒരു പനി പിടിച്ചിട്ട് ഒരു രോഗി ഡോക്ടറെ അടുത്ത് പോയി, അപ്പൊ ഈ മരുന്ന് കുടിക്കണം രോഗം മാറാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, രോഗം മാറുക എന്ന് പറഞ്ഞാൽ ഗുളിക കുടിക്കലാകുന്നു എന്ന് ആരെങ്കിലും അർത്ഥം പറയോ? വേങ്ങാട്ട് ശൈഖല്ലാതെ ഈ അർത്ഥം ആരെങ്കിലും പറയോ? രോഗം മാറാൻ വേണ്ടി മരുന്ന് കുടിക്കണം എന്ന് പറഞ്ഞാൽ രോഗം മാറലാണോ മരുന്ന് കുടിക്കല്? രോഗം മാറുക എന്ന ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി മരുന്ന് കുടിക്കണം എന്നതുപോലെ അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്ന ലക്ഷ്യം കിട്ടാൻ ഒരു മനുഷ്യൻ നിസ്കരിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിസ്കരിക്കണ്ട എന്നല്ല. നിങ്ങൾ ദുർവ്യാഖ്യാനാണ് ചെയ്തത്. രണ്ടാമത് അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന ആരെന്നറിയോ? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനിനെ പറ്റി നുണ പറയുകയാണ്. ഖുർആൻ തന്നെ നുണ പറഞ്ഞാൽ പിന്നെ ശൈഖ് ജീലാനിനെ പറ്റി പറയുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. മൊഹീദ്ദീൻ ശൈഖ് 24-ാമത്തെ പ്രസംഗത്തിൽ പറഞ്ഞ ഹദീസിന്റെ സാരം 1-ാം പറഞ്ഞത് നീ സ്റ്റേജിൽ വ്യക്തമാക്കാൻ തന്നെ നിന്റെ വാദം വാക്കിയാൽ തന്നെ നിന്റെ വാദം പൊളിയുമായിരുന്നു. അള്ളാഹുവിനെ ആരെങ്കിലും വഴിപ്പെട്ടാൽ അവൻ അള്ളാഹുവിനെ സ്മരിച്ചു. അവന്റെ നിസ്കാരം, വൃതാനുഷ്ഠാനം, ഖുർആൻ പാരായണം എന്നിവ എത്ര കുറഞ്ഞാലും ശരി
അള്ളാഹുവിനെ ഒരുത്തൻ മറന്നാൽ അവൻ അള്ളാഹുവിന് വിരോധം ചെയ്തവനായി. അവനെ നിസ്കാരം, ഖുർആൻ പാരായണം, നോമ്പ് മുതലായവ എത്ര വർദ്ധിച്ചാലും ശരി. ഇതാണ് അദ്ദേഹം നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഓർമ്മിക്കലാണെന്നതിന് രണ്ടാമത്തെ തെളിവ്. ഇത് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫതുഹുർ റബ്ബാനിയിൽ പറഞ്ഞ വാക്കാണ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം എപ്പോഴും. നിസ്കാരം കുറച്ച് കുറഞ്ഞു പോയാലും അതിന്റെ അർത്ഥം ഫർള് നിസ്കാരം ഒഴിവാക്കണം എന്നല്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്റെ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. എന്താണ് അബൂബക്കറിനുള്ള ശ്രേഷ്ഠത? അദ്ദേഹം കുറെ നിസ്കരിച്ചതല്ല, അദ്ദേഹം കുറെ സക്കാത്ത് കൊടുത്തതല്ല, അദ്ദേഹം കുറെ ഹജ്ജ് ചെയ്തതല്ല. വലാകിൻ മുഖ്റബി ഖൽഫി ഖൽബിഹി, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നോടുള്ള ഒരു പ്രത്യേകമായ സ്നേഹമാണെന്ന് റസൂൽ പറഞ്ഞില്ലേ? അതിനർത്ഥം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടില്ല എന്നാണോ? അല്ല. എന്നതുപോലെ അള്ളാഹുവിനെ വഴിപ്പെടുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുമ്പോൾ, സുന്നത്ത് സിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സുന്നത്ത് നിസ്കാരം കുറച്ച് കുറഞ്ഞു പോയാലും ദിക്റിന് നീ വളരെ ശക്തമായ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ഈ അൽ ഫതുഹുർ റബ്ബാനിയിലുള്ള വരി ദുർവ്യാഖ്യാനം കഴിഞ്ഞിട്ട് പറയാണ്, നിസ്കരിക്കൊന്നും വേണ്ട, ദിക്ർ അള്ളാഹിനെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിസ്കരിക്കണം എന്നൊന്നുമില്ല, നിസ്കാരം തന്നെയാണ് അള്ളാഹുവിനെ ഓർമ്മിക്കൽ എന്ന്. പരിശുദ്ധമായ നിസ്കാരത്തെ ഒരു മനുഷ്യൻ നിഷേധിച്ചാൽ അവന്റെ അവസ്ഥ എന്താണ്? അവൻ പച്ച കാഫിറാണ്. അള്ളാഹുവിന്റെ ദീനിലെ ഒന്നാമത്തെ ഘടകമായ നിസ്കാരം അള്ളാഹു തആല പറഞ്ഞത് എന്താ? നിങ്ങൾ നിസ്കരിക്കൂ, അഖ്മിസ്സലാ, നിസ്കരിക്കൂ. വേങ്ങാട്ടെ ശൈഖേ, നിങ്ങൾ ഓതി ആയത്ത് നിങ്ങൾക്കെതിരെയാ പറയുന്നത്. അഖ്മിസ്സലാത്ത ലിദിക്രി, നിസ്കരിക്കൂ, നിസ്കരിക്കൂ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് മനുഷ്യന് നിസ്കാരം ഒഴിവാക്കുമോ? ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മലദ്വാരത്തിലൂടെ രക്തം വരുന്ന രോഗത്തിൽ അദ്ദേഹം കടന്നു. 20 ചില്ലാനും വർഷം അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. അത്ര മാരകമായിരുന്നു. അദ്ദേഹം കട്ടിലിൽ ഇങ്ങനെ കിടന്നാൽ അദ്ദേഹത്തിന്റെ മലദ്വാരത്തിലൂടെ രക്തം പോകാൻ വേണ്ടി കട്ടിലിന് ഹോൾസ് ഉണ്ടായിരുന്നു എന്നാണ്. അത്രമാത്രം പ്രയാസപ്പെട്ട് കടന്നുപോയ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ നിസ്കരിക്കണ്ട എന്നല്ല, ഇമ്രാൻ ബിൻ ഹുസൈൻ തങ്ങളെ സല്ലി ഖായിമാ, നിങ്ങൾ ആവെങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. ഫഇല്ലൻ തസ്തതി ഫഖായിദൻ, ആകൂലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം തങ്ങളെ. അതിനും ആകൂന്നില്ലെങ്കിലോ ഫഅലാ ജംബിൻ ഫഇല്ലൻ തസ്തതി ഫഅലാ ജംബിൻ, നിങ്ങൾ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കണം. ഫഇല്ലൻ തസ്തതി, നിങ്ങൾ ആകൂലെങ്കിൽ ഫമുസ്തൽഖിയൻ, നിങ്ങൾ മലർന്നു കിടന്നിട്ടെങ്കിലും നിങ്ങൾ നിസ്കരിക്കണം. ഒരു നിലക്കും മനുഷ്യന് നിസ്കാരം ഒഴിവാകൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരു നിലക്കും നിസ്കാരം ഒഴിവാകൂല. ഇനി നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച ഈ പുസ്തകത്തിൽ ഉടനീളം അദ്ദേഹം ഇഹിയാ ഉലൂമുദ്ദീന്റെ പരിഭാഷയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇഹിയാ ഉലൂമുദ്ദീന്റെ പരിഭാഷ വായിക്കലാണത്തെ ആ കിണറിന്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഉള്ളിലുള്ള, ആ ഖാൻഖാഹിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട പണി. ഒരാളിൽ നിന്ന്, അവിടെ നേരത്തെ മുരീദായിരുന്ന ഒരാളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ ഇഹിയാ ഉലൂമുദ്ദീന്റെ വ്യാഖ്യാനം ശരിക്കും വായിച്ചു നോക്കിയാൽ തിരിയൂലേ? ഇഹിയാ ഉലൂമുദ്ദീനിൽ എത്ര ഹദീസാണ് നിസ്കാരം വുജൂബാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇമാം ഗസാലി കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം വളരെ സഹീഹായ ഹദീസുകൾ. സലാത്തുൽ ജമാഅ, എടോ നീ കിണറിന്റെ ഉള്ളിലിരിക്കല്ല വേണ്ടത്, നീ നിന്റെ ഖാൻഖാഹിന്റെ ഉള്ളിൽ പൂട്ടിയിരിക്കല്ല വേണ്ടത്. പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ പോയാൽ, ജമാഅത്തായി നിസ്കരിച്ചാൽ, സലാത്തുൽ ജമാഅത്തി തഫ്ദുലു സലാത്തൽ ഫർദി ബി27 ദറജ, 27 ഇരട്ടി കൂലി കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഇഹിയാ ഉലൂമുദ്ദീനിൽ ഇമാം ഗസാലി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മഹാനായ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്നൻ നബിയ ഫഖദനാസം ഫീ ബഅദ് സ്വലവാത്ത്, ചില നിസ്കാരത്തിൽ നോക്കുമ്പോ ഒരു റിപ്പോർട്ടിൽ ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ ആള് കുറവാണ്. വേങ്ങാട്ടെ ശൈഖ് ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഏതെങ്കിലും ഒരു ഇശാക്ക് പള്ളിയിൽ കൂടിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ ഇശാ നിസ്കാരത്തിന് ആള് കുറഞ്ഞപ്പോഴേക്ക് ഫഖാല, ബഹുമാനപ്പെട്ട നബി പറയാൻ, ലഖദ് ഹമംതു അൻ ആമുറ റജുല, ഞാൻ ഒരാളെ ഈ പള്ളിയിൽ യുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമത്തായി നിർത്താൻ ഉദ്ദേശിച്ചു.
ثم أخالف إلى رجال അങ്ങനെ ഞാൻ ഓരോ വീട്ടിലേക്ക് പോയി يتخلفون عنها ജമാഅത്തിന് വരാത്ത ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ, അങ്ങനെ فأحرق عليهم بيوتهم അവരെ വീട് ഞാൻ തീ വെച്ച് കരിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു എന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ പറയാ ജമാഅത്തിന് വരാത്ത ആളുകളെ അത്രയും കർശനമായിരുന്നു എന്ന് ഇമാം ഗസാലി ഇഹിയലതാ ഉദ്ധരിക്കുന്ന ഹദീസ്. ഇത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ ഇഹിയ വായിക്കാൻ കാരണം അദ്ദേഹം വായിക്കുന്ന പരിഭാഷ മനസ്സിരുത്തി വായിച്ചില്ലെങ്കിൽ ഇത് പറയോ ജമാഅത്തിന് വരണ്ട എന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾ ഇശാക്ക് വന്നാൽ ഫകാന്നമാ ഖാമ നിസ്ഫ ലൈല, രാത്രി ഹാഫ് മുഴുവനും നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി ഇശാക്ക് ജമാഅത്തായി നിസ്കരിച്ചാൽ. വമൻ ഷഹിദ സുബ്ഹ, ഒരാൾ സുബ്ഹിക്ക് ജമാഅത്തിന് കൂടിയാൽ ഫകാന്നമാ ഖാമ ലൈല, രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ കൂലിയാ. അങ്ങനത്തെ ജമാഅത്തിനെ അദ്ദേഹം എതിർക്കുന്നത്, നിസ്കാരത്തിന് അദ്ദേഹം വിമർശകനാകുന്നത്. ബഹുമാനപ്പെട്ട സ്വഹാബികൾ, ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അവരൊക്കെ പഠിപ്പിച്ചെന്താണ്? നിസ്കരിക്കാത്ത ആളുകൾ അവർ വലിയ കുറ്റക്കാരാന്ന് മാത്രമല്ല, നിസ്കാരം നിഷേധിച്ചാൽ അവൻ കാഫിറായി പോകും. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? ഈ പുസ്തകത്തിൽ പറഞ്ഞ സഹാബികൾ ജമാഅത്തിന് പോക്കില്ല, സഹാബികൾ ജമാഅത്തിന് പോക്കില്ല എന്ന് പച്ചക്കള്ളം എഴുതിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ഇത് ഞാൻ വെറുതെ പറയല്ല. ബഹുമാനപ്പെട്ട സഹാബികളെ പറ്റി കളവ് പറയാണ്. സഹാബികൾ ജമാഅത്തിന് പോകാറില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ജമാഅത്തിന് പോക്കില്ല എന്ന് പച്ചയായതാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ആരാണ് ആ പോകാതിരുന്ന രണ്ട് സഹാബികൾ? ആരാന്നറിയോ? ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ യഥാർത്ഥ രൂപമാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. എന്നിട്ടാണ് പരാതിപ്പെടുന്നത് ജമാഅത്തിന് പോകുന്നില്ല, ജുമുഅക്ക് പോകുന്നില്ല. ഇതിനെല്ലാം വ്യക്തമായ കാരണം ഗൗസുല്ലാദവും മറ്റു മശായിഖന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തിന് പോകാത്തതിനും ജുമുഅക്ക് പോകാത്തതിനും ഗൗസുല്ലാദം കാരണം പറഞ്ഞിട്ടുണ്ട് പോലും. എന്നിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, സഅദ് ബിൻ അബീ വഖാസ്, സഅദ് ബിൻ സയ്യിദ് എന്നിവർ അഖീഖ് എന്ന് പറയുന്ന അവരുടെ സ്ഥലത്തുള്ള വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ അതിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവരായിരുന്നു. അങ്ങനെ അവർ അവിടെ വെച്ച് മരണപ്പെടുന്നവരേക്കും ജുമുഅക്കും ജമാഅത്തിനും പോയിരുന്നില്ല. ഗസാലി ഇമാമിന്റെ ഹിയയിൽ പറഞ്ഞു എന്നാ പറയണത്. രണ്ട് സ്വഹാബികളുടെ മേൽ നുണ, രണ്ട് സ്വഹാബികളുടെ മേൽ നുണ. അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീൻ കണ്ട് തെറ്റിദ്ധരിച്ചതാണ്. ആ സാധു പരിഭാഷ നോക്കി വായിക്കല്ലേ. എന്താണ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് സ്വഹാബികൾ അവർ ജമാഅത്തിന് പോകാതെ, പള്ളിയിൽ പോകാതെ, ജുമുഅക്ക് പോകാതെ അവരെ വീട്ടിൽ കുത്തിരുന്നു എന്നാണോ? എന്താണ് ആ ഹദീസ്? ഇമാം ഗസാലി ഉദ്ധരിക്കുകയാണ്, വകാന സഅദ് ബിൻ അബീ വഖാസ് വസഈദ് ബിൻ സയ്യിദ് ലസിമാ ബുയൂതഹുമാ ബിൽ അഖീഖ്. അഖീഖ് എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടിൽ തന്നെ അവർ കൂടിയിരുന്നു. ഫലം യകൂനാ യഅതിയാനിൽ മദീന, അവർ മദീനത്തേക്ക് വന്നിരുന്നില്ല. ലിജുമുഅത്തിൻ വലാ ജമാഅ, ജമാഅത്തിനും ജുമുഅക്കും അവർ മദീനത്തേക്ക് വരാതെ അവരുടെ നാട്ടിൽ അഖീഖിൽ തന്നെ കൂടിയിരുന്നു. ഹത്താ മാതാ ബിൽ അഖീഖ്, അങ്ങനെ അഖീഖിലാണ് അവർ വഫാത്തായത്. ഈ സംഭവത്തിൽ പറയുന്നത് അവർ മദീനത്തേക്ക് ജുമുഅക്കും ജമാഅത്തിനും വരത്തില്ല എന്നാണ്. എവിടെയാ പിന്നെ അവരുള്ളത്? അഖീഖിലാണ്. ഏതാണ് ഈ അഖീഖ്? അഖീഖിനെ പറ്റി തൊട്ടടുത്ത ഹദീസിൽ തന്നെ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. ലിഅന്ന ബൈനൽ അഖീഖി വബൈനൽ മദീനത്തി 3 അംയാലിൻ ഔ അക്സർ, 9 അതിലേറെയോ കിലോമീറ്ററുകൾ, 3 മൈലോ അതിലേറെയോ, അഥവാ 9 കിലോമീറ്ററിലേറെ ദൂരമുണ്ട് മദീനന്റെയും അഖീഖിന്റെ ഇടയിൽ. ആ അഖീഖിൽ നിന്ന് മദീനത്തേക്ക് ജുമുഅക്കും ജമാഅത്തിനും അവസാന കാലത്ത് അവർ വരുത്തില്ല എന്ന് പറഞ്ഞതിനെയാണ് അവർ ജമാഅത്തിനും ജുമുഅക്കും വരുന്നില്ല എന്ന് പറയുന്നത്. അവരവിടെ നിസ്കരിച്ചു കാണൂലേ? മദീനത്തേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കില്ല എന്നർത്ഥം, ജുമുഅക്ക് വരത്തില്ല എന്നാണോ? 9 കിലോമീറ്റർ ദൂരെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഇതെല്ലാം അദ്ദേഹം കൊണ്ടുവന്നത് പരിശുദ്ധമായ നിസ്കാരത്തെ വിമർശിക്കാനാണ്, നിസ്കാരമില്ല എന്ന് പറയാനാണ്. അപ്പൊ അതുകൊണ്ട് പറയട്ടെ, ഇത് ശരീഅത്തില്ലാത്ത എന്ന് മാത്രമല്ല, ശരീഅത്തിനെ വിമർശിക്കുന്ന, പരിശുദ്ധമായ ശരീഅത്തിനെ രൂക്ഷമായി വിമർശിക്കുന്ന, ശരീഅത്തിനെ വഷളാക്കുന്ന, ശരീഅത്തിനെ എതിർക്കുന്ന ഒരു ത്വരീഖത്താണ്. അതുകൊണ്ട് തന്നെ ഇത് കള്ളമാണ്, ഇത് വ്യാജമാണ്, ഇത് ഭീമാബദ്ധമാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? നിസ്കാരം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്നാ പറയണത്. നമസ്കാരം എന്നാ പറയേണ്ടത്. അയാൾ വിചാരിച്ചതിലേക്ക് കാര്യം എത്താൻ വേണ്ടിയിട്ടുള്ള പണിയാത്. നമസ്കാരം എന്നാ പറയുന്നത്. അദ്ദേഹം പറയാണ്
നിസ്കാരം നിക്കാരം എന്നിങ്ങനെ നീ പറയുന്ന വാക്ക് മലയാളത്തിൽ ശരിയല്ല, നമസ്കാരം എന്നുള്ളതാണ് ശരി. എന്തിനാത്? നമസ്കാരം എന്ന് പറഞ്ഞാൽ വന്ദിക്കലാണ്. നിസ്കാരം എന്നല്ല പറയേണ്ടത്, നിക്കാരൊന്നുമല്ല, നമസ്കാരം എന്ന് പറയണം. എന്നിട്ട് വേണം അത് വന്ദിക്കലാന്ന് വാക്കാൻ വേണ്ടി വേഗമുള്ള തട്ടിപ്പാണത്. നിങ്ങൾക്കറിയോ മലയാളത്തിൽ പറയുന്നത് ശരിയല്ല. ഇതാ മലയാളത്തിലെ വലിയൊരു ഡിക്ഷണറിയാണിത്. മലയാളത്തിലെ ഡിക്ഷണറി. ഇത് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പറ്റിയില്ല, കൂത്തുറമ്പിൽ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് അതാ ഞാൻ ഈ വലിയ പുസ്തകം എടുത്ത് ഇങ്ങനെ സ്റ്റേജ് വെക്കേണ്ടി വന്നത്. ഈ പുസ്തകം ഇത് മലയാളത്തിൽ ആധികാരിക നിഘണ്ടുവാണ്. ഈ നിഘണ്ടുവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്താ നിസ്കാരം, എന്താ നമസ്കാരം, എന്തിനാണ് നിക്കാരം എന്ന് പറയുന്നത്, എല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മലയാളം ഇയാൾക്കറിയില്ല, അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ. മലയാളത്തിൽ ഇല്ല എന്നൊക്കെ പറയണത്. മലയാളത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ 5 നേരം നിർവഹിക്കുന്ന കർമ്മത്തിനാ പറയുന്നതെന്നാ. അതിനെന്നെയാണ് നിക്കാരം എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് മലയാളത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് വന്ദിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മലയാളത്തിൽ നിസ്കാരം നിക്കാരം എന്ന് പറയലില്ല എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. മലയാളത്തിൽ തെറ്റാണ്. ഇതെന്തിനാ മലയാളം ഇത്രമാത്രം അദ്ദേഹം ഊന്നിപ്പിടിച്ചെന്നറിയോ? നിസ്കാരം എന്ന് പറഞ്ഞ ഒന്നുമില്ല, പഠിച്ചോൻ ഇങ്ങനെ വന്ദിച്ചാൽ മതി, അങ്ങനെ കാട്ടിക്കുത്തിരുന്നാൽ മതി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ തട്ടിപ്പുകളിൽ ഒരു തട്ടിപ്പാണത്. ഇനി നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അദ്ദേഹം ശരീഅത്തിനെ തന്നെ എതിർക്കുകയാണ്. ശരീഅത്തിനെ തന്നെ അദ്ദേഹം എതിർക്കുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ശരീഅത്ത് മാത്രം പ്രവർത്തിക്കുന്നവൻ നിന്റെ വാക്കുകൾ കുറെയൊക്കെ ശരിവെച്ചെന്നിരിക്കാം, ദീനിന്റെ പുറംതൊലി മാത്രമേ നിനക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ശരീഅത്തുമായിട്ട് സംസാരിക്കുന്ന ആള് ദീനിന്റെ പുറംതൊലിയാ സംസാരിക്കുന്നത്. ശരീഅത്ത് അത് ദീനിന്റെ പുറംതൊലിയാണ്. എടോ പൊന്നു സഹോദരാ, നീ വലിയ അബദ്ധത്തിൽ പെട്ടിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ആ വിശ്വാസം നീ അവസാനിപ്പിക്കണം. ശരീഅത്ത് എന്ന് പറയുന്ന ദീനിന്റെ പുറംതൊലി മാത്രമല്ല, ഫശരീഅത്തുൻ അഖ്ദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ. ശരീഅത്ത് എന്ന് പറയുന്നത് അഖ്ദും ബിദീനിൽ ഖാലിഖി, ഖാലിഖായ അല്ലാഹുവിന്റെ ദീനിനെ പിടിക്കലാണ്. അല്ലാഹുവിന്റെ ദീനിനെ പിടിക്കൽ എന്താണോ അതിനാ ശരീഅത്ത് എന്ന് പറയാ. അത് പുറന്തൊലിയ. അല്ലാഹുവിന്റെ റസൂലല്ലേ ഇവിടെ ശരീഅത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത്, അത് റസൂലുള്ളാഹിന്റെ ശരീഅത്ത്, അത് നീ മുറുകെ പിടിച്ചോളി. ഇത് ശിർഅത്തു ഷഫീആയ നബി തങ്ങളുടെ നിയമമാണ് ശരീഅത്ത്. അതിനെ പുറന്തൊലി എന്ന് പറഞ്ഞ് നീ തള്ളിക്കളഞ്ഞാൽ നിനക്ക് ഇസ്ലാമിക ലോകത്ത് ഒരു സ്ഥാനം ഉണ്ടാവൂല. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഇനി നോക്കൂ, ഈ ശൈഖിന്റെ വേറൊരു വാദം എന്താണെന്നറിയോ? പെണ്ണുങ്ങളെ പിടിക്കാന്നാണ്. അദ്ദേഹം പറയുന്നത് അന്യ പെണ്ണുങ്ങളെ ഞാൻ പിടിക്കലില്ല, ഞാൻ എൻ്റെ പെങ്ങന്മാരെ, എൻ്റെ ഉമ്മമാരെ, അതുപോലെ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഞാൻ പിടിക്കലുള്ളൂ എന്നാ. അത് എല്ലാവരും അന്യ പെണ്ണുങ്ങളല്ല, എല്ലാവരും മൂപ്പരെ കുടുംബക്കാരാണ് മൂപ്പര് വാദിക്കുന്നത്. അതിന് 2 ആയത്തെ ഖുർആനിൽ നിന്ന് തെളിവ് പിടിച്ചിട്ടുണ്ട്. ഖുർആനിന് തെളിവാണ് പെണ്ണിനെ പിടിക്കാന്നുള്ള തെളിവ്. പെൺവാണി വന്ന് ആരോപണം വരുന്നത് വെറുതെ ഒന്നുമല്ല, ശരി തന്നെയാണ്. കാരണം ഖുർആനിൽ പറയുന്നില്ലേ പെണ്ണ് പിടിക്കണോ? അതേ 2 ആയത്ത് ധരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എൻ്റെ ശൈഖ് ഇതാ ഈ പുസ്തകത്തിന്റെ 15-ാമത്തെ പേജാണ്, 13-ാമത്തെ പേജാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാം. എൻ്റെ ശൈഖ് അന്യ സ്ത്രീകളുടെ കൈപിടിക്കുന്നുവെന്ന് താങ്കൾ അട്ടഹസിച്ചു പ്രസംഗിച്ചു, അതിൽ വല്ല സത്യവുമുണ്ടോ? എന്താ പ്രസംഗിച്ചത്? അന്യ സ്ത്രീകളുടെ കൈപിടിക്കലുണ്ട്. ഇല്ല, ഇല്ല. എൻ്റെ ശൈഖ് അന്യ സ്ത്രീകളുടെ കൈപിടിക്കലില്ല. പക്ഷെ സ്ത്രീകളിൽ നിന്ന് താങ്കൾ ഉദ്ദേശിച്ചത് ആരെയൊക്കെയാണ്? അദ്ദേഹം പറയാൻ പോവാണ്. ഉമ്മ, പെങ്ങന്മാർ, ഭാര്യ, മരുമക്കൾ, ഇവരൊക്കെ അന്യ സ്ത്രീകളാണോ? എങ്കിൽ താങ്കളുടെ ഉമ്മയും ഭാര്യയും പെങ്ങന്മാരും മരുമക്കളൊക്കെ താങ്കൾക്ക് അന്യ സ്ത്രീകളാകുമോ? ആരൊക്കെയാണ് അവരൊക്കെ? ആരിലാണ് ഈ ഉമ്മമാര്? അദ്ദേഹം പറയാം, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ബന്ധുക്കളാകുന്നു. സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ബന്ധുക്കളാ. അപ്പൊ പിന്നെ ഉമ്മയാ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ പെങ്ങളാ, അല്ലെങ്കിൽ മരുമക്കളാ, എല്ലാരും പിടിക്കുന്നേ. സുഖല്ലേ? എന്താ പഠിച്ച തമ്പുരാനെ ഈ പറയണത്? ഇനി നിങ്ങൾ നോക്കൂ, അയാൾ പെണ്ണ് പിടിച്ചോട്ടെ, പക്ഷെ ഖുർആൻ ഓതി പെണ്ണ് പിടിക്കുന്നേ. ഖുർആൻ ഓതിയിട്ടാ പെണ്ണ് പിടിക്കണത്. അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്.
സൂറത്തു തൗബയിൽ അല്ലാഹു പറഞ്ഞതാണ്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെല്ലാം പരസ്പരം സ്നേഹ സഹോദരങ്ങളാണ്, പരസ്പരം സഹായിക്കേണ്ടവരാണ് എന്ന് പറയുന്ന ആയത്തിൽ പെണ്ണിനെ പിടിക്കാമെന്നോ കാണാമെന്നോ അല്ല. പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റുന്നവരാരാ, കാണാൻ പറ്റാത്തവരാരാ എന്ന് വളരെ കൃത്യമായി സൂറത്തു നൂറിൽ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ആരാണ് കാണാൻ പറ്റുന്ന പെണ്ണുങ്ങൾ, കാണാൻ പറ്റാത്ത പെണ്ണുങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. നബിയേ ഖുൽ ലിഅസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട് പറയണം നബിയേ, വബനാതിക, നിങ്ങളുടെ പെൺമക്കളോട് പറയണം നബിയേ, വനിസാഇൽ മുഅ്മിനീന, സർവ്വ പെണ്ണുങ്ങളോടും പറയണം നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖമക്കനെ താഴ്ത്തിയിടട്ടെ, അവർ അന്യ പുരുഷന്മാരെ തൊട്ട് മറഞ്ഞു നിൽക്കട്ടെ. മറ്റൊരായത്തിൽ അല്ലാഹു പറയാണ്, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, അന്യ പെണ്ണുങ്ങളെ തൊട്ട് ആണുങ്ങൾ കണ്ണു ചിമ്മിക്കൊള്ളട്ടെ. വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന, ഓ മുഅ്മിനത്തായ പെണ്ണുങ്ങളെ, നിങ്ങൾ അന്യ ആണുങ്ങളെ തൊട്ട് കണ്ണു ചിമ്മട്ടെ എന്ന് ഖുർആൻ പറയുമ്പോ അദ്ദേഹം പറയും, അന്യരിൽ എല്ലാവരും മുഅ്മിനീങ്ങളാ, എല്ലാവരും മുഅ്മിനാത്ത്. പിന്നെ ആരായി അന്യര് കണ്ണു ചെയ്യുവേണ്ട? ആരാ പിന്നെ? യശോദാച്ചനെ കാണുമ്പോൾ കണ്ണു ചെയ്യുക, അതും പറ്റൂല എന്ന് നേരത്തെ പറഞ്ഞു. കാരണം മതവും ഇല്ല, ജാതിയും ഇല്ല. മൂപ്പരടുത്ത് വരൂലേ, ജാതിയും മതമൊന്നും ഇല്ലാത്ത യശോദച്ചും ശാരച്ചൊക്കെ വരൂലേ. എന്നിട്ട് അദ്ദേഹം രണ്ടാമതൊരായത്ത് കൈപിടിക്കാന്ന, കാണാന്ന് മാത്രമല്ല പിടിക്കാന്ന് അടുത്ത ആയത്ത് നോക്കൂ നിങ്ങള്. അദ്ദേഹം പറയാണ്, ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ മുംതഹനയിൽ അല്ലാഹു പറയാണ്, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ കരാർ ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് താങ്കളുടെ അടുക്കൽ വന്നാൽ താങ്കൾ അവരുമായി കരാർ ചെയ്യുകയും അവരോട് പ്രതിജ്ഞമാകുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ആയത്തുകളെ ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ച് വലിയ തലക്കെട്ടും കെട്ടി ധീരന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളുടെ ഹൃദയം കശാപ്പ് ചെയ്ത് തട്ടിപ്പ് നടത്തി പണം വാരി കൂട്ടി പണത്തെ ഇലാഹാക്കി വെച്ച് നടക്കുന്ന താങ്കൾ എവിടത്തെ പണ്ഡിതനാണ്? എന്താ പറഞ്ഞേ? സൂറത്തുൽ മുംതഹനയിൽ അല്ലാഹു പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ നിങ്ങളോട് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വന്നാൽ നിങ്ങളുമായി ബയ്യത്ത് ചെയ്യാൽ, കൈപിടിച്ച് ബയ്യത്ത് ചെയ്യലാണ് അവർ മനസ്സിലാക്കിയത്. എൻ്റെ പൊട്ടൻ സിദ്ധ, നിങ്ങൾ എന്തൊരു അപകടത്തിലാണ് സംഭവിച്ചത്, നിങ്ങൾ എന്തൊരു അപകടത്തിലാണ് സംഭവിച്ചത്. പരിശുദ്ധമായ ഖുർആനിനെയല്ലേ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഈ സൂറത്തുൽ മുംതഹനയുടെ 12-ാമത്തെ ആയത്ത് ഞാനിവിടെ വായിക്കാം, ഞാനിവിടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി, ഓ നബിയേ, ഇദാ ജാഅകൽ മുഅ്മിനാതു, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ നിങ്ങളോട് വന്നാൽ, നിങ്ങളടുത്തേക്ക് വന്നാൽ, യുബായിനക, നിങ്ങളോട് ബൈഅത്ത് നടത്താൻ വേണ്ടി വന്നാൽ, അലാ അല്ലാ യുശ്രികന ബില്ലാഹി ശൈആ, ഞങ്ങൾ ശിർക്ക് വെക്കൂല നബിയേ, വലാ യസ്രികൂന കക്കൂല നബിയേ, വലാ യസ്നീന വ്യഭിചരിക്കൂല നബിയേ, വലാ യഖ്തുൽന ഔലാദഹുന്ന, മക്കളെ ഇനി ഞങ്ങൾ ചെറിയ മക്കളെ കുഴിച്ചു മൂടി കൊല്ലൂല നബിയേ എന്ന് ബൈഅത്ത് ചെയ്യാൻ നിങ്ങളടുത്തേക്ക് പെണ്ണുങ്ങൾ വന്നാൽ എന്നായത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ പൊന്നോമന ഭാര്യ ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയാണ്, വകാന റസൂലുള്ളാഹി ഇദാ അഖറർന ബിദാലിക മിൻ ഖൗലിഹിന്ന, റസൂലുള്ളാഹിന്റെ അടുത്ത് അവർ വന്ന് പറഞ്ഞാൽ റസൂലുള്ള പറയും, ഇൻദലിഖിന, പോട് ഫഖദ് ബായതുകുന്ന, ബൈഅത്തായി, വല്ലാഹി മാ മസ്സത്ത് യദു റസൂലുള്ളാഹി യദംറഅത്തിൻ ഖത്തു, ഒരു പെണ്ണിന്റെ കൈയും റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. ഗൈറ അന്നഹു ബായനഹുന്ന ബിൽ കലാം, വർത്താനം പറയുകയല്ലാതെ. ആ വർത്താനം തന്നെ എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹി അവരോട് പറയുന്നത്, റസൂലുള്ളാഹിന്റെയും അവരുടെയും ഇടയിൽ ഒരു വിരി മറയിട്ടുകൊണ്ട് ആ മറക്കപ്പുറത്ത് വന്ന് റസൂലുള്ളാഹിനോട് പറയലല്ലാതെ അവർ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി അങ്ങോട്ട് അവരെയും നോക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യെ പെണ്ണും തൊടാതെയാണ് ഈ ബൈഅത്ത് നടത്തിയത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ ഇറങ്ങലിന് സാക്ഷിയായ ആയിഷ ബീവി പറയുമ്പോ, വേങ്ങാട്ട കള്ള ശൈഖ് ഖുർആന്റെ ദുർവ്യാഖ്യാനം ചെയ്ത് പെണ്ണിനെ കൈപിടിക്കുന്നു. നോക്കൂ മുഅ്മിനീങ്ങളെ, എന്തൊരു അപകടകരമാണിത്. പെണ്ണ് പിടിക്കാൻ ഖുർആൻ ഓതിയായിട്ട് ചെയ്യണത്. കള്ള് കുടിച്ചോളി, പക്ഷെ ബിസ്മിയും ചൊല്ലി കള്ള് കുടിച്ചാലോ? വ്യഭിചരിച്ചോളി, പക്ഷെ ബിസ്മിയും ചൊല്ലി വ്യഭിചരിച്ചാലോ? ഇസ്ലാം എന്ന് പുറത്തല്ലേ? നിങ്ങൾ പെണ്ണ് പിടിച്ചോളി, പെൺവാണി വന്ന് നടത്തിക്കോളി, ഇവിടുത്തെ പോലീസും ഗവൺമെന്റും രാഷ്ട്രീയക്കാരും നിങ്ങൾ ഇടപെട്ട് പിടിച്ചോട്ടെ, പക്ഷെ ഖുർആൻ ഓതിയിട്ടല്ലേ നിങ്ങൾ പെണ്ണ് പിടിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തൊരു അപകടകരമാണ്.
ഇത് മലയാളത്തിൽ എഴുതിയതാണ്. എഴുതിയില്ല എന്ന് പറയാൻ കഴിയോ? പിൻവലിക്കട്ടെ, എന്നാ പിന്നെ നമുക്ക് നിർത്താലോ. മലയാളത്തിൽ ഇതാ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ 2 ഭാര്യമാരും ഇരിക്കുകയാണ്. ദാ ബഹുമാനപ്പെട്ട മൈമൂന ബീബി റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ, 2 ഭാര്യയും നബി ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ണ് കാണാത്ത കുരുടനായ ഒരു സഹാബി അവിടെ കടന്നു വന്നു, അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. ഫദഖല അലൈഹി, റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോ വദാലിക ബഅദമാ ഉമിർനാ ബിൽ ഹിജാബ്, ആണുങ്ങളും പെണ്ണുങ്ങളും മറയണമെന്ന നിയമം വന്നതിന് ശേഷമാണിത്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മൈമൂന ഉമ്മു സലമ ഇഹ്തജിബാ മിൻഹു, നിങ്ങൾ 2 ആളും ഉള്ളിൽ കയറൂ, അതാ ഒരാൾ അന്യം വന്നല്ലോ. ഉടനെ മൈമൂന ബീവിയും ഉമ്മു സലമ ബീവിയും പറയുന്നു, നബിയേ ഹുവ അഅമാ ലാ യുബ്സിറുനാ, അദ്ദേഹം കണ്ണുപൊട്ടനല്ലേ നബിയേ, ഞങ്ങളെ ഇങ്ങോട്ട് കാണൂലല്ലോ നബിയേ. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, അഫ അമ്യാവാനി അൻതുമാ, ഓ ഉമ്മു സലമ ബീവി, ഓ മൈമൂന ബീവി, റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ അദ്ദേഹം കണ്ണുപൊട്ടനായതുകൊണ്ട് ഇങ്ങോട്ട് കാണൂല എന്നത് ശരിയാണ്. അഫ അമ്യാവാനി അൻതുമാ, നിങ്ങൾ 2 ആളും കുരുടന്മാരല്ലല്ലോ, നിങ്ങൾ അങ്ങോട്ട് കാണൂലേ, അതുകൊണ്ട് ഉള്ളിപ്പോ അദ്ദേഹത്തെ നോക്കാൻ പാടില്ല, അന്യാണല്ലേ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവരെന്താ അമുസ്ലിമീങ്ങളാ? ഈ വന്ന സ്വഹാബി അമുസ്ലിമല്ലായിട്ടാ, മുഅ്മിനീങ്ങൾ സഹോദരന്മാരല്ലായിട്ടാണോ മറയണമെന്ന് പറഞ്ഞത്? എന്തൊരു പൊട്ടത്തരമാണിത് റബ്ബേ. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടല്ലേ പെണ്ണ് പിടിക്കണം എന്ന് ഇയാൾ നിയമം പറയുന്നത്? ഇയാൾ നിങ്ങൾ നോക്കൂ, ഖുർആനെ പറ്റി ഈ മനുഷ്യന് ഒരു ചുക്കും അറിയില്ല. അദ്ദേഹം പറയാണ്, പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, നിർത്താനായ പറയല്ല. അപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഫൈസിയൊക്കെ സംസാരിക്കാനുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ധാരാളം വാദങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഒരുപാട് പിഴച്ച വാദങ്ങൾ. അദ്ദേഹം പറയാണ്, ഒരു നിമിഷം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, ഇതിന്റെ 21-ാമത്തെ പേജിൽ പറയണത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുണ്ട്. എന്താണത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, നബിയേ നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഇറക്കി തന്നിട്ടുണ്ട്, വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാൻ അതിനെ സൂക്ഷിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഈ ആയത്തിനെ പറ്റി അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇന്നാ നഹ്നു നസ്സൽന ദിക്ര എന്ന് പറഞ്ഞാൽ ആ ദിക്ർ ഖുർആനൊന്നുമല്ല, അത് ഖുർആനൊന്നുമല്ല. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ്, അത് ഖുർആനൊന്നുമല്ല, ഖുർആനെ പറ്റിയൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, അത് ഖുർആനെ പറ്റിയല്ല. നോക്കൂ നിങ്ങൾ, നാമാണ് നമ്മുടെ ദിക്റിനെ ഇറക്കിയത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര, നാം അത് സൂക്ഷിക്കുക തന്നെ ചെയ്യും. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ആയത്തിനെ പറ്റി പറയാ. ഈ കാര്യം പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ഖുർആനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണ്ട. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആനൊന്നും അല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം സൂറത്ത് യാസീനിൽ 69-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, അവർക്ക് നാം കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ദിക്റും ഖുർആനും അല്ലാതെ മറ്റൊന്നുമല്ല അത്. എന്താണ്? വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വ ഖുർആനും മുബീൻ. ആദ്യത്തെ ദിക്ർ ഖുർആൻ എന്നർത്ഥം വെച്ചാൽ ഖുർആൻ എന്ന് പറഞ്ഞതിന് എന്തർത്ഥം വെക്കും? വേങ്ങാട്ട ശൈഖിന്റെ പൊട്ടത്തരത്തിന്റെ ആഴമേ. ഇൻഹുവ ഇല്ലാ ദിക്റും വ ഖുർആനും മുബീൻ എന്ന് പറഞ്ഞാൽ ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം വഅദാണ്, ഉപദേശമാണ്. ഖുർആൻ അപ്പുറത്തുള്ളത് കൊണ്ട് വമാ അൻസൽനാ അലൈക ദിക്റ, നിങ്ങളുടെ മേൽ ഞാൻ ഖുർആൻ ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നിങ്ങൾക്ക് ഞാൻ ദിക്റിനെ ഇറക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഖുർആനാണെന്ന് മുറാദ് എന്ന് ഞാൻ പറഞ്ഞതല്ല, ശംസുൽ ഉലമ പറഞ്ഞതല്ല, വേറെ ഏതോ സുന്നി പണ്ഡിതൻ പറഞ്ഞതല്ല. തഫ്സീറുകളായ തഫ്സീറുകൾ മുഴുവനും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ തഫ്സീറുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുഫസ്സിറുകൾ പറയുന്നതല്ലേ നമ്മൾ ഖുർആൻ പറയേണ്ടത്, നമ്മൾ പറയുന്നതല്ലല്ലോ ഖുർആന്റെ വ്യാഖ്യാനം. സ്വന്തം ഖുർആൻ വ്യാഖ്യാനിക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾ വ്യാഖ്യാനിച്ച ഈ അപകടമല്ലേ ഇത്?
ബഹുമാനപ്പെട്ട ജലാലൈനിയിൽ പറയുന്നു അസ്സിക്ർ അൽ ഖുർആൻ, ബഹുമാനപ്പെട്ട ഖുർത്തുബിയിൽ പറയുന്നു അസ്സിക്ർ അൽ ഖുർആൻ. ബഹുമാനപ്പെട്ട ഹിജ്റ 300കൾക്ക് മുമ്പ് ജനിച്ച് 310 വഫാത്തായി പോയ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വിരചിതമായ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം തബരി തങ്ങൾ പറയുന്നു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ അൽ ഖുർആന, ഖുർആന ഇറക്കിയത്. അപ്പൊ നിങ്ങൾ ഈ പുസ്തകം എഴുതിയത്, വരിച്ച് നിരത്തിയത്, പേന നിരത്തിയത് ബഹുമാനപ്പെട്ട മുഫസ്സിറുകളോടാണ്. അതെന്താ അവരങ്ങനെ പറയാൻ കാരണം? റസൂലുള്ള അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ വേറൊരു വർത്താനം. അദ്ദേഹം പറയുന്നത് ഖുർആൻ മുഴുവനും ഉദാഹരണമാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ മുഴുവനും ഉദാഹരണമാണ്. ഖുർആനിൽ ഉദാഹരണമില്ലാത്ത വേറെ ഒന്നും ഇല്ല. നോക്ക് നിങ്ങൾ, അദ്ദേഹം പറയാം, നീ ഖുർആന്റെ എല്ലാ തഫ്സീറുകളും വായിച്ചു പഠിച്ചുവല്ലോ, ഖുർആൻ മുഴുവനും ഒരു ഉദാഹരണം മാത്രമാണ്. അതിന്റെ ഹക്കീക്കത്ത് മനസ്സിലായവർ സത്യത്തിന്റെ വക്താക്കളല്ലേ. അപ്പൊ ഈ കാണുന്ന ഖുർആൻ, ഈ കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന ഖുർആനൊന്നും അല്ല അതിന്റെ മായന, അതെല്ലാം ഒരു ഉദാഹരണം മാത്രമാണ്. ഇതിന് അപ്പുറത്ത് വേറെ മായന ഉണ്ട്. പച്ച നുണയാണത്, കള്ളത്തരീക്കത്താരുടെ ഉറവിടൈമല. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരൊറ്റായത്തും അതിന്റെ ലാഹിറമായ അതിന് തള്ളാൻ പാടില്ല എന്നതാണ് നിയമം. ഇത് ഞാൻ പറഞ്ഞതാണോ? നമ്മള് ഇമാമിങ്ങളുടെ ഉസൂല് അതാണ്, പരിശുദ്ധ ദീനിന്റെ ഉസൂൽ അതാണ്. ബഹുമാനപ്പെട്ട ഇമാമുകൾ മുഴുവനും പറഞ്ഞതാണ്, ലാ യജൂസു അൻ യരിദ ഫിൽ ഖുർആനി വസ്സുന്നഹ്, ഖുർആനിലും സുന്നത്തിലും വരാൻ പറ്റൂല മാ യുഅനാ ബിഹി ഗൈറു ളാഹിരിഹി, അതിന്റെ ലാഹിറായ മഅന ഉദ്ദേശിക്കപ്പെടാത്ത ഒരായത്ത് ഖുർആനിലും ഹദീസിലും ഉണ്ടാവൂല. ഇല്ലാ ബിദലീലി യുബയ്യിനുൽ മുറാദ്, അവിടെ ലാഹിർ ഉദ്ദേശിച്ചുകൂടാ എന്ന അർത്ഥം വരുന്ന വല്ല തെളിവോടെ വേണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉസൂലിന്റെ കിതാബിൽ ജമ്മുൽ ജവാമിയിലൊക്കെ ഉദാഹരണം പറയുന്നുണ്ട്. എന്താ ഉദാഹരണം? അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്നുണ്ട്. അംയഹ്സുദൂനന്നാസ്, അവർ റസൂലുള്ളാഹിനോട് അസൂയ വെക്കുന്നുണ്ടോ? അന്നാസ്, അന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാ, പക്ഷെ അവിടെ അന്നാസിന് അർത്ഥം റസൂലുള്ളാഹ് എന്നാ. അതെന്താ അങ്ങനെ? അത് ലാഹിർ അർത്ഥമല്ല. ലാഹിർ അർത്ഥം അല്ലാതിരിക്കാൻ ഒരു തെളിവ് അവിടെ ഉണ്ട്. അങ്ങനെ തെളിവില്ലാത്ത ഒറ്റ സ്ഥലത്തും ഖുർആനിൽ ലാഹിറല്ലാത്ത അർത്ഥം വെക്കാൻ പാടില്ല എന്നാണ്. ലാഹിറായ അർത്ഥം അവിടെ ഒഴിവാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈ മൗലവി പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ ഒറ്റായത്തിനും ലാഹിർ മുറാദില്ല, എല്ലാം ഉദാഹരണമാണ്. ഖുർആനെ തേച്ച് ഉദാഹരണം. ഖുർആനിൽ എത്ര ഹുക്കുമുകളുണ്ട്. വൽമുത്തല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ, നിങ്ങൾ 3 ഹിദ്ദയിരുന്ന പോലട്ടെ. ഇതെന്തിന്റെ ഉദാഹരണമാണ്? പറയുങ്ങൾ, ഇതെന്തിന്റെ ഉദാഹരണമാണ്? ഓ പെണ്ണുങ്ങളെ, നിങ്ങളുടെ മുഖമക്കനെ താറ്റിയിടൂ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, ഇത് ഹുക്കുമല്ലേ? ഇത് ഉദാഹരണം. കള്ളത്തരീക്കത്തിന്റെ ഉറവിടം ഇതിന്റെ സാധാരണ സർവ്വ കള്ളത്തരീക്കത്താരുടെ ഒരു അടയാളമാണ്. അവർ ഖുർആനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഈ പറഞ്ഞൊന്നല്ല ആയത്തിന്റെ മയന എന്ന് കള്ള നുണ പറയാണ്. ആയത്തിന് ഉൾസാരങ്ങളുണ്ട് എന്ന് ശരിയാണ്, പക്ഷെ പ്രത്യക്ഷ മയനയെ തള്ളിക്കൊണ്ടുള്ള ഒരു ഉൾസാരം അത് നുണയാണ്. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള സർവ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ ദീനുമായി, അവരുടെ ദീനിന്റെ പഠിക്കലും പഠിപ്പിക്കലും ഇൽമു പഠിപ്പിക്കലുമായി ഇവിടെ ജീവിച്ചപ്പോൾ വേങ്ങാട്ട ശൈഖ് ആരോപിക്കുന്നത് എന്താണെന്നറിയോ? കുറച്ചെന്തെങ്കിലും പഠിച്ചിട്ട് പിന്നെ കാട്ടിൽ പോകുക, വേണ്ട ജനങ്ങളുടെ കൂടെ കൂടാൻ പാടില്ല, ജനങ്ങളുടെ കൂടെ കൂടാൻ പാടില്ല. ഈ കണ്ട മൗലന്മാരൊക്കെ ജനങ്ങളുടെ കൂടെ കൂടിയതാണ് ഇവിടെ പ്രശ്നം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിന് ഇഹിയ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, അത് കേരളത്തിൽ ആകമാനം ഗൗസുൽ ആലമിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ യഥാവിധി പാലിച്ച് ഖദീരിയ തരീഖത്ത് കൊടുക്കുന്ന ഏക കേന്ദ്രങ്ങളിൽ ഒന്ന് വേങ്ങാട് മാത്രമാണ്. നീ കർമ്മശാസ്ത്രം പഠിക്കുക, പിന്നെ വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞത് പാലിക്കാതെ മുക്കിന് അറബിക് കോളേജുകൾ സ്ഥാപിച്ച് ബിരുദധാരികളെ സൃഷ്ടിച്ചു. സൈനുദ്ദീൻ മഖ്ദൂം അസ്കിയിൽ പറഞ്ഞ ഫർള് ഐനായ തസവുഫിന്റെ ഇൽമു പഠിക്കാതെ നാടിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഇവരിൽ നിന്നുണ്ടാകുന്ന മാർഗഭ്രംശത്തിന് സമൂഹം നിരവധി തവണ സാക്ഷിയായിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അസ്കിനെയും പിടിച്ചിരിക്കുകയാണ്. എന്താ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അസ്കിയിൽ പറയുന്നത്? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അസ്കിയിൽ പറയുന്നത് നിസ്കരിക്കണമെന്നാണ്.
സുന്നത്ത് നിസ്കരിക്കണമെന്നാണ്, ദിക്ർ ചൊല്ലണമെന്നാണ്, ഇൽമു പഠിക്കണമെന്നാണ്, ഇൽമു പഠിപ്പിക്കണമെന്നാണ്, ജനങ്ങളോട് കൂടലാണ് എന്ന് മാത്രമല്ല, ഒറ്റപ്പെടുക എന്ന് പറഞ്ഞതിന്റെ മഅന മഖ്ദൂദങ്ങൾ പറയുന്നത് വസ്ഹദ് വദാ ഫഖ്ദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖ്വലാ ബിൽമാലി ലാ ഫഖ്ദുൽ ലഹു തഖ്വഅകല. നീ ഒറ്റപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നീ കിണറിന്റെ ഉള്ളിൽ പോയിരിക്കണമെന്നല്ല. നീ ദുനിയാവ് നിന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ്. നീ ജനങ്ങളുടെ കൂടെ തന്നെ ജീവിച്ചിട്ട് നീ ദുനിയാവിനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹുവിനെ മനസ്സിൽ പേറുക എന്നതാണ്. ലാ ഫഖ്ദുൽ ലഹു, ദുനിയാവിനെ വിട്ടുപോകലല്ല, ദുനിയാവിൽ തന്നെ നിന്നുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിന്ന് ഇബാദത്ത് ചെയ്യുന്നതിനാണ് ഏറ്റവും പുണ്യമുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയിൽ പറയാണ്, വഖദ് ദകർനാ ഫദ്ലഹുമാ, ഇൽമു പഠിക്കലും പഠിപ്പിക്കലും അറബി കോളേജ് നടത്തലും ദർസ് നടത്തലും അതിന്റെ ബഹുമാനം ഞാൻ കിതാബിന്റെ ഇൽമിൽ പറഞ്ഞിട്ടുണ്ട്. വഹുമാ അഅ്ലമുൽ ഇബാദാതി ഫിദ് ദുനിയാ, ദുനിയാവിലെ ഏറ്റവും ബഹുമാനപ്പെട്ട ഇബാദത്ത് ഇൽമു പഠിക്കലും പഠിപ്പിക്കലുമാണ്. ദർസുകളും അറബി കോളേജുകളുമാണ്. ശരീഅത്തിന്റെ ഇൽമു വാരി വിതറലാണ്. അത് പഠിക്കുന്നതിനെ കുറ്റം പറയുന്ന ഒരൊറ്റ ആലിമിനെയും ലോകത്ത് കാണാൻ കഴിയൂല, ഈ വേങ്ങാറ്റ കള്ളത്തരീക്കത്തുകാരെ അല്ലാതെ. മോമിനികൾ ആലോചിച്ച് നോക്കൂ. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, ആദം നബി തിന്ന പഴം, ആദം നബി പഴം തിന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. എന്താ പറയണത്? ആദം നബി പഴം തിന്നതിനെ പറ്റി അദ്ദേഹം പറയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദം നബി പഴം തിന്നത് ഏത് പഴമാണ് എന്നത് മൂപ്പർക്കറിയാം. മുഫസ്സിരിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റാണ് മൂപ്പർ പറയണത്. ആദം നബി പഴം തിന്നറിയില്ലേ? സ്വർഗത്തുനിന്ന് പഴം തിന്ന് മഹാനായ സയ്യിദന ആദം അലൈഹിസ്സലാം സ്വർഗത്തുനിന്ന് പുറത്താകാൻ നിമിത്തമായ ആ പഴം, ആ പഴം മുഫസ്സിരികൾ പറഞ്ഞൊക്കെ തെറ്റാണ് മൂപ്പർ പറയണത്. നിന്റെ ബാപ്പ ആദമിനെ പിഴപ്പിച്ച സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയതായി വിശദീകരിക്കുന്നത് പഴം തിന്നത് കൊണ്ടല്ലേ? ഏതാണ് ആ പഴം? ആ പഴം അറിയേണ്ട എന്നാണെങ്കിൽ ഓരോ തഫ്സീറിലും ഓരോ പഴത്തിന്റെ പേര് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഈ തഫ്സീറുകളിൽ പറഞ്ഞ പഴം എല്ലാം ശരിയാണോ? ഒരു പഴമാണോ ഉദ്ദേശിച്ചത്? പിന്നെ എങ്ങനെ ഓരോരുത്തർക്കും ഓരോ പഴത്തിന്റെ പേര് കിട്ടി? ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഇതുകൊണ്ട് തന്നെയാണ് ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത്, തരീഖത്തിൽ പ്രവേശിച്ച ഒരാൾ തഫ്സീർ വായിക്കുന്നത് ശരിയല്ല. എങ്ങനെയുണ്ട്? ആരാണ് ആ പഴത്തെ വിശദീകരിച്ചത്? ആരതാണ് ഈ തഫ്സീർ? സ്വഹാബത്തിൻ്റെതാണ് തഫ്സീർ. അനിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പാന്റെ മകൻ അഥവാ അനുജൻ, റസൂലുള്ളാഹിന്റെ ഖാദിമ്, റസൂലുള്ള തലക്ക് വെച്ച് മന്ദിർ ചൂതിക്കൊടുത്ത പൊന്നോമന പൊരുത്തം കിട്ടിയ കുട്ടി, റസൂലുള്ളാഹിന്റെ ദുആ കിട്ടിയ കുട്ടി, തഫ്സീറുകളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ള പഠിപ്പിച്ച കുട്ടി, ലോകം കണ്ട പണ്ഡിതനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ ഇബ്നു അബ്ബാസ് തങ്ങളാണ് പറഞ്ഞത്, അസ്സദറത്തുല്ലതീ നുഹിയ അൻ അക്ലി സമരിഹാ ആദമു, ആദമിനോട് പഴം തിന്നണ്ട എന്ന് പറഞ്ഞ ആ പഴം, ഹിയസ്, ആ പഴത്തിന്റെ തയ്യ്, ഹിയസ് സുംബുലത്തു, അത് സുംബുലത്താണ് എന്ന്. അത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാണ്. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പരിഹസിക്കുകയാണോ? തരീഖത്ത് മുമ്പർക്ക് തിരിഞ്ഞിട്ടില്ലേ? മുമ്പർക്ക് തരീഖത്തില്ലാത്ത ആളാണോ റസൂലുള്ളാഹിന്റെ പ്രിയങ്കരനായ സഹാബി? ചുരുക്കം പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ പോലും തള്ളി, പരിശുദ്ധ നിസ്കാരം ഒഴിവാക്കി, പരിശുദ്ധ ദീനിന്റെ മുഴുവൻ ശിആറുകളും തള്ളി ഒഴിവാക്കി, പെണ്ണിനെ പിടിക്കുന്നതിനും പെണ്ണിന്റെ കൈപിടിക്കുന്നതിനും പെണ്ണിനെ നോക്കുന്നതിനും ഖുർആനിൽ നിന്ന് ദുർവ്യാഖ്യാനം ചെയ്ത്